അപ്പോൾ നമസ്കാരം മക്കളെ, നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയൊരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അമീനിന് ശേഷമുള്ള ഒരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. അപ്പോൾ ബയോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ മോളിക്യൂൾസ് വിച്ച് കൺസിസ്റ്റ് ഇൻ ദ ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിൽ കണ്ടുവരുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മോളിക്യൂൾസിനൊക്കെ കൂടി ക്ലാസിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ബയോമോളിക്യൂൾസ്. ദ മോളിക്യൂൾസ് ഇൻ ലിവിങ് ഓർഗാനിസം. അപ്പോൾ ബയോ എന്ന് പറയുന്നത് ലിവിങ്, ബയോ എന്താണ് ലിവിങ് എന്നതിൽ കാണിക്കുന്നതുകൊണ്ടാണ് ബയോ മോളിക്യൂൾസ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, ഹോർമോൺസ്, വിറ്റാമിൻ ആൻഡ് ADP ഒക്കെയാണ് മെയിനായിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചും പ്രോട്ടീൻസിനെ കുറിച്ചും ന്യൂക്ലിക് ആസിഡ്, ഹോർമോൺ, വിറ്റാമിൻ അതിനൊക്കെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ബയോമോളിക്യൂൾസ്? ഫണ്ടമെൻ്റൽ മോളിക്യൂൾസ് വിച്ച് കൺസിസ്റ്റ് ഇൻ ദ ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് ഓർഗാനിസത്തിലുള്ള മോളിക്യൂൾസിനെയാണ്, ഫണ്ടമെൻ്റൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോമോളിക്യൂൾസിൽ ധാരാളം എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, ഹോർമോൺസ്, വിറ്റാമിൻസ് ആൻഡ് ATP ഒക്കെ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിട്ടുള്ള മാത്രമുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മളെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? കമ്പോസ്ഡ് ഓഫ് ഓൺലി ദ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും അതുപോലെ തന്നെ കാർബണും മാത്രം അടങ്ങിയിട്ടുള്ള ബയോമോളിക്യൂൾസിനെയാണ് ദ മോളിക്യൂൾസ് ഇൻ ലിവിങ് ഓർഗാനിസം. എന്താണ് അവർ പ്രത്യേകത എങ്ങനെയാണ്? കാർബണും ഹൈഡ്രജനും ആൻഡ് ഓക്സിജൻ ഈസ് കമ്പോസ്ഡ് ഓൺലി ഓക്സിജനും ഹൈഡ്രജനും കാർബണും മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാറ്റഗറിയാണ് കാറ്റഗറി മുഴുവൻ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ നോക്കാം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ മറ്റ് ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ എക്സാമ്പിൾസിനെ കുറിച്ചിട്ടൊക്കെയാണ് ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. തുടങ്ങിയാലോ? അപ്പോൾ മക്കളെ, അങ്ങനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് സിംപ്ലസ്റ്റ് മോളിക്യൂൾ പ്രൊഡക്റ്റ് അപ്പോൺ ഹൈഡ്രോളിസിസ്. അതായത് ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ എടുത്ത് ഹൈഡ്രോളിസിസ് ചെയ്യുകയാണ്. അങ്ങനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എത്ര സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കിട്ടും, ഏറ്റവും ചെറിയ മോളിക്യൂൾസ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ മോളിക്യൂൾസ് എത്ര എണ്ണം കിട്ടും എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ സിംപിളസ്റ്റ് ആയിട്ടുള്ള ആ ഒരു കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂളിനെ നമുക്ക് മോണോമർ എന്ന് പറയും. അപ്പോൾ എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മോണോമർ മോളിക്യൂൾ പ്രൊഡക്റ്റ് അപ്പോൺ ദ ഹൈഡ്രോളിസിസ് ഓഫ് എന്താണ് കാർബോഹൈഡ്രേറ്റ്. അങ്ങനെ കാർബോഹൈഡ്രേറ്റിൻ്റെ എന്താണ് നമ്പർ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എത്ര മോളിക്യൂൾസ് കിട്ടുന്നു എന്നതിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മോണോസാക്കറൈഡ്സ്. അപ്പോൾ എന്താണ് മക്കളെ? മോണോസാക്കറൈഡ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന് നമ്മൾ സാക്കറൈഡ്സ് എന്ന് പറയുന്ന ഒരു പേരും കൂടി ഉണ്ട്. അപ്പോൾ ഷുഗർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് സാക്കറൈഡ്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. അങ്ങനെ മോണോസാക്കറൈഡ്. അപ്പോൾ ആ മോണോ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്? കനോട്ട് ഹൈഡ്രോളൈസ് ഇൻ ടു സിംപ്ലർ യൂണിറ്റ് ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരേ ഒരു സിംപ്ലസ്റ്റ് യൂണിറ്റേ ഉണ്ടാവുള്ളൂ, അതായിരിക്കും ആ കോമ്പൗണ്ട്. അങ്ങനെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെ മോണോസാക്കറൈഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്, രണ്ടാമത്തെ കാറ്റഗറിയാണ് അതിൽ വരുന്നത് ഒലിഗോസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ് പഠിച്ചു നമ്മൾ. അടുത്തത് ഒലിഗോസാക്കറൈഡാണ്. അതായത് ഒലിഗോസാക്കറൈഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അടുത്തൊരു ബ്രാഞ്ചാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒലിഗോസാക്കറൈഡ് ഇപ്പോൾ 2 മുതൽ 10 വരെയുള്ള മോണോമേഴ്സിനെ തരുന്ന കാർബോഹൈഡ്രേറ്റ്സിനാണ്. ഹൈഡ്രോളിസിസ് വഴി 2 മുതൽ 10 വരെയുള്ള നമ്പറിലുള്ള മോണോമേഴ്സ് തരുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഏതിലാണ് വരിക? ഒലിഗോസാക്കറൈഡ്സിൻ്റെ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ നമ്മൾ 2 മോണോമേഴ്സിനെയാണ് ഹൈഡ്രോളിസിസ് തരുന്നതെന്ന് ഇരിക്കുക. ഹൈഡ്രോളിസിസ് ഓഫ് എന്താണ് സൂക്രോസ് 2 മോളിക്യൂൾസാണ് തരുന്നത് വിചാരിക്കാം. 2 മോണോമേഴ്സ് തരണമെങ്കിൽ അവരെ നമ്മൾ ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്നു. ഇനി 3 എണ്ണമാണ് തരണമെങ്കിൽ അതിന് നമ്മൾ ട്രൈസാക്കറൈഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ ആ നമ്പർ അനുസരിച്ച് നമുക്ക് സാക്കറൈഡ്സും ഡൈസാക്കറൈഡ്സ്, ട്രൈസാക്കറൈഡ്, ടെട്രാസാക്കറൈഡ്സ് എന്നൊക്കെ പറയാനൊക്കെ സാധിക്കും. അപ്പോൾ 2 മുതൽ 10 വരെ മോണോമേഴ്സിനെ എന്താണ് ഹൈഡ്രോളിസിസ് വഴി തരുന്ന കാർബോഹൈഡ്രേറ്റ്സിനാണ് നമ്മൾ ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയുക കോമൺ ആയിട്ട്.
അതിന് മെയിനായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് എന്ന് പറയുന്നതാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള 3 എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അടുത്ത കാറ്റഗറിയാണ് പോളിസാക്കറൈഡ്സ്. അപ്പോൾ പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലെ, മെനി എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ പോളി മീൻ ചെയ്യുന്നത് മെനിയാണ്. അപ്പോൾ എന്താണ്, ലാർജ് നമ്പർ ഓഫ് മോണോമേഴ്സിന് തരിക, അതായത് അറ്റ്ലീസ്റ്റ് എന്താണ് 10നേക്കാൾ കൂടുതൽ, 10നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള എന്താണ് നമ്പർ ഓഫ് മോണോമേഴ്സിനെ ഹൈഡ്രോളിസിസ് വഴി തരുകയാണെങ്കിൽ അവരെ നമ്മൾ പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പോളിസാക്കറൈഡ്സിനെ മെയിനായിട്ട് ഗ്ലൈക്കോജൻ, അതുപോലെ സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പോളിസാക്കറൈഡ് ഗ്ലൈക്കോജൻ ആണ്, സ്റ്റാർച്ച് ആണ്, സെല്ലുലോസ് ആണ്. അടുത്തത് മക്കളെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് സ്വീറ്റ്നെസ് ടേസ്റ്റിൻ്റെ ബേസിസിൽ. അപ്പോൾ ടേസ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തത് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് സ്വീറ്റ്നെസ് ഇൻ ദ ടേസ്റ്റിൽ സ്വീറ്റ്നെസ് അനുസരിച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഷുഗേഴ്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുമ്പോൾ ഷുഗറിൻ്റെ ടേസ്റ്റ് എന്താണ്, സ്വീറ്റ് ആണല്ലേ. അപ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് ഓൺ അവർ ടങ്ക്, നമ്മുടെ നാവിന് മധുരം രുചി തരുന്ന എല്ലാ സാക്രൈഡ്സുകളെയും ഷുഗേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുക. മോണോസാക്രൈഡുകളും ഡൈസാക്രൈഡുകളും ഏതിൽ പെടുന്നു, ഷുഗേഴ്സിൽ പെടുന്നവരാണ്. അപ്പോൾ മോണോസാക്രൈഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ ഏതിലാണ് പെടുക, ഷുഗേഴ്സിലാണ് പെടുക. അപ്പോൾ ഷുഗർ ടേസ്റ്റ് സ്വീറ്റ് ഓൺ അവർ ടങ്ക് എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് ഷുഗർ കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കിനി അപ്പോൾ ഷുഗേഴ്സാണ്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഈ ഓൺ ദ ബേസ് ഓഫ് സ്വീറ്റ്നെസ്സിന് അനുസരിച്ച് പറയുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നോൺ ഷുഗേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, എന്താണ് നോൺ ഷുഗേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡു നോട്ട് ടേസ്റ്റ് സ്വീറ്റ് ടേസ്റ്റ് ഇല്ലാത്തവരെയാണ് നമ്മളെന്ന് പറയുക നോൺ ഷുഗേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ നമുക്കറിയാം സെല്ലുലോസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലേ, സെല്ലുലോസിനൊക്കെ എന്തെങ്കിലും സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടോ? ഇപ്പോൾ നമ്മൾ മരത്തിൻ്റെ ഒക്കെ നാരുകളോ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ മരത്തിൻ്റെ നാരുകൾക്കൊക്കെ എന്താണ് ഭയങ്കര സ്ട്രെങ്ത്താണ്, ഭയങ്കര സ്ട്രോങ് ആണ്, അവർ റിജിഡാണ്. പക്ഷെ അവരെങ്ങനെയാണ്, അവർക്ക് സ്വീറ്റ് ടേസ്റ്റ് ഇല്ല. അങ്ങനെ നോൺ ഷുഗേഴ്സ് എന്ന് പറയുന്നത് ഡു നോട്ട് ടേസ്റ്റ് സ്വീറ്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് പോളിസാക്രൈഡ്സ് ആണ് നോൺ ഷുഗേഴ്സിൽ വരിക. പോളിസാക്രൈഡ്സിലത്തെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് സെല്ലുലോസ് പറയാനായിട്ട് പറ്റും. അപ്പോൾ സെല്ലുലോസ് ആണ് നമുക്ക് പരിചയമുള്ള നോൺ ഷുഗറിൽ ആദ്യത്തെ ഒരാളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് റെഡ്യൂസിങ് ആക്ടിവിറ്റി ആണ്. അപ്പോൾ റെഡ്യൂസിങ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ റെഡ്യൂസിങ് ഏജൻറ്റുകളെ ആയിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റുകളെ റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയും. അപ്പോൾ റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം അവരുടെ കയ്യിലൊരു ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. മക്കളെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് മെയിനായിട്ടൊരു ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള കീറ്റോണോ ആൾഡിഹൈഡോ അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, ഫില്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയാജൻറ്റിനെയും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രത്യേകത എന്താണ്, റെഡ്യൂസ് ഫില്ലിംഗ് സൊല്യൂഷൻ ആൻഡ് ടോളറൻസ് റിയേജൻറ്റ്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ ടോളറൻസ് റിയേജൻറ്റെയും ഫില്ലിംഗ് സൊല്യൂഷനെയും റെഡ്യൂസ് ചെയ്യുന്നു. അതിനുള്ള കാരണം അവിടെ ഒരു ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കീറ്റോണോ ആൾഡിഹൈഡോ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് അവരെ നമ്മൾ എന്തെന്ന് പറയുക, റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുള്ളൂ. ആ റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ്സ് എന്തായിരിക്കും, ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പിലോ ആൾഡിഹൈഡോ കീറ്റോണോ അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും. ശ്രദ്ധിക്കണം മക്കളെ, ക്വസ്റ്റ്യൻ വരുന്നതാണ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ്റെ രണ്ടാമത്തെ കാറ്റഗറിയാണ് നോൺ റെഡ്യൂസിങ് ഷുഗർ. നമുക്കറിയാം എന്താണ്, ഹാവ് ബോണ്ടഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഫ്രീ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് എന്താണ് റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞത്. നോൺ റെഡ്യൂസിങ് ഷുഗർ അല്ലെങ്കിൽ നോൺ റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാവ് ബോണ്ടഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ബോണ്ടഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ബോണ്ടഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ അവർക്ക് എന്താണ് ഫില്ലിംഗ് സൊല്യൂഷനെയും ടോളറൻറ്റ് റിയേജൻറ്റിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് കാനോട്ട് റെഡ്യൂസ് ഫില്ലിംഗ് സൊല്യൂഷൻ ആൻഡ് ടോളറൻസ് റിയേജൻറ്റ് ബിക്കോസ് എന്താണ്, ദേ ഹാവ് ബോണ്ടഡ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്.
അപ്പോൾ അതിന് മെയിനായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒലിഗോസാക്രൈഡ്സും അതുപോലെ തന്നെ പോളിസാക്രൈഡാണ്. അപ്പോൾ ഈ ഫ്രീ ആയിട്ടുള്ള ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അവിടെ ബോണ്ടായിട്ട് വരികയാണ്. അങ്ങനെ ബോണ്ടിൽ ഫോം ചെയ്യുമ്പോൾ അവർക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലാതെയാവും. അതുകൊണ്ടാണ് അവരെ നമ്മൾ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്, അത് നോൺ റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ് എന്ന കാറ്റഗറി എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ ക്ലാസിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ ഓരോരുത്തരെയായിട്ട് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോണോസാക്കറൈഡ്സ് ആണ്. അപ്പോൾ മോണോസാക്കറൈഡ്സിൻ്റെ മറ്റൊരു പേര് സിമ്പിൾ ഷുഗേഴ്സ് എന്ന് പറയാൻ പറ്റും. എന്ന് പറയാൻ പറ്റുക സിമ്പിൾ ഷുഗേഴ്സ് ആണ്. അപ്പോൾ സിമ്പിൾ ഷുഗേഴ്സിനെ 2 കാറ്റഗറി ആയിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ആൾഡോസ്, മറ്റൊന്ന് കീറ്റോസ്. എന്താണ് ആൾഡോസും കീറ്റോസാണ്. അപ്പോൾ ആൾഡോസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയാൻ എന്താണ് ആൾഡോസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ആരുണ്ടാവും, ആൾഡിഹൈഡ് ഉണ്ടാവും. അപ്പോൾ CHO ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അവരെയാണ് നമ്മൾ ആൾഡോസ് എന്ന് പറയുക. അപ്പോൾ ഇനി അവനെ ടേംഡ് ആസ് എ പോളിഹൈഡ്രോക്സി ആൾഡിഹൈഡിക് മോണോസാക്കറൈഡ്. അപ്പോൾ പോളിഹൈഡ്രോക്സി ആൾഡിഹൈഡിക് മോണോസാക്കറൈഡ്സ് എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്ലൂക്കോസ്, ഗാലക്ടോസ് ഒക്കെയാണ് ആൾഡോസിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അടുത്തത് കീറ്റോസ് ആണ് മക്കളെ, കീറ്റോസ് ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും ഫങ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീറ്റോൺ ആയിരിക്കും ഉണ്ടാവുക, C ഡബിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പോളിഹൈഡ്രോക്സി കീറ്റോയിക് മോണോസാക്കറൈഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള കാരണമുണ്ട് കീറ്റോയിക് മോണോസാക്കറൈഡ്സ് എന്ന് പറയാനായിട്ട് പറ്റും. അതിന് എക്സാമ്പിളായിട്ട് ഫ്രക്ടോസ് ആണ്. അപ്പോൾ നമ്മൾ മോണോസാക്കറൈഡ്സ് ആരൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് ആണ്. ഇതിൽ ഗ്ലൂക്കോസിലും ഗാലക്ടോസിലും മെയിനായിട്ട് ആരാണ്? ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ആൾഡിഹൈഡ് ഉണ്ട്. ഇനി ഫ്രക്ടോസിൽ ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് കീറ്റോൺ ആണ് കിടക്കുന്നത്. അപ്പോൾ കീറ്റോൺ ആണ് കിടക്കുന്നത് മക്കളെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആൾഡോസ് എന്താണ്, കീറ്റോസ് എന്താണെന്ന് നോക്കുക. അപ്പോൾ മോണോസാക്കറൈഡ്സ് ഒക്കെ എന്താണ്? മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ്? റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ് എന്ന് ഓർക്കുക. അതുമാത്രമല്ല അവരെന്താണ്? അവർ ഷുഗേഴ്സാണ്, അതും ഓർക്കണം. കാരണം എന്താ? സ്വീറ്റ് ഇൻ ടേസ്റ്റ് ആണ്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി. ആൾഡോസ് എന്താണ്, കീറ്റോസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിലോരോ എക്സാമ്പിൾസ് എടുത്തിട്ട് പഠിക്കാം. അപ്പോൾ മക്കളെ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലൂക്കോസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ C6H12O6 അതിൻ്റെ മോളിക്കുലർ ഫോമുലയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ആൾഡോ ഹെക്സോസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരു നാച്ചുറൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് പറയാം? ഡെക്സ്ട്രോസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. അതായത് ഗ്ലൂക്കോസ് ഒരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് കാണിക്കുക ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഗ്ലൂക്കോസ് നമുക്ക് ഡെക്സ്ട്രോസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇനി ഇവ മെയിനായിട്ട് എന്താണ്? സോലുബിൾ ഇൻ വാട്ടർ ആണ്. അവൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 423 കെൽവിൻ, 423 കെൽവിൻ, 423 കെൽവിൻ ആണ് അവൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് അബൌട്ട് 20% ഓഫ് ഗ്രേപ്സ് ആൻഡ് ഫോർ ദിസ് റീസൺ. അപ്പോൾ ഈ 20% എവിടെ കാണാൻ പറ്റും? ഗ്രേപ്സിൽ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഗ്രേപ്സ് ഷുഗർ എന്ന് പറയാനായിട്ട് പറ്റും. ഗ്രേപ്പ് ഷുഗർ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രേപ്സിൽ കാണാൻ പറ്റുന്ന കാരണം തന്നെ ഗ്രേപ്പ് ഷുഗർ എന്ന പേരിലും ഗ്ലൂക്കോസ് നമ്മൾ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, അതുകൊണ്ട് ഡെക്സ്ട്രോസ് എന്ന് വിളിക്കുന്നു. ആൾഡോ ഹെക്സോസ് ആണ്. ഗ്രേപ്പ് ഷുഗർ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പേര്. C6H12O6 ആണ് കെമിക്കൽ ഫോമുല. അപ്പോൾ ഷുഗറിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം ആദ്യം. അപ്പോൾ ഫ്രം കാൻ ഷുഗറാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് സൂക്രോസ്. അപ്പോൾ സൂക്രോസിനെ ഹൈഡ്രോളിസിസ് വഴി നമ്മൾ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റുന്നു. അപ്പോൾ രണ്ടും കെമിക്കൽ ഫോമുല സെയിം ആണ്. C6H12O6ഉം C6H12O6 തന്നെയാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. പക്ഷേ ആ മിക്സ്ചറാണ് കിട്ടുക. ഗ്ലൂക്കോസിൻ്റെ ഫ്രക്ടോസിൻ്റെ ഒരു മിക്സ്ചറാണ് കാൻ ഷുഗർ അഥവാ സൂക്രോസിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷനാണ് സൂക്രോസിനെ ഹൈഡ്രോളിസിസ് ചെയ്യൽ. സെക്കൻഡ് പ്രിപ്പറേഷനാണ് ഫ്രം സ്റ്റാർച്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതും ഹൈഡ്രോളിസിസ് തന്നെയാണ്. ഹൈ ടെമ്പറേച്ചറിലും പ്രഷറും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്റ്റാർച്ചിൽ നിന്ന് എന്തുണ്ടാക്കുകയാണ്? ഷുഗർ ഉണ്ടാക്കുകയാണ്. അത് നമുക്ക് ഒമേഷനിലൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർച്ചിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ N ടൈംസ്, അപ്പോൾ ധാരാളം ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂൾസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെയുള്ളത് പിന്നെ ലാക്ടോസിന്നും മാൾട്ടോസിന്നും ഒക്കെ നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ലാക്ടോസിൽ നിന്ന് ഗ്ലൂക്കോസും ഗാലക്ടോസും ആണ് ഉണ്ടാക്കാൻ പറ്റുക. മാൾട്ടോസിൽ നിന്ന് ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ
ഗ്ലൂക്കോസ് കിട്ടുന്നു. പക്ഷെ 2 ഗ്ലൂക്കോസേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രിപ്പറേഷൻസ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അടുത്ത് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറാണ്. ഓപ്പൺ ചെയിൻ സ്ട്രക്ചറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറിൽ കണ്ടോ 6 കാർബൺ ആറ്റം ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ആൽഡിഹൈഡ് ഉണ്ട്. പിന്നെ ഉള്ളതൊക്കെ എന്താണ് ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്, അതായത് ആൽക്കഹോൾ ഗ്രൂപ്പാണ്. അപ്പോൾ ആൽക്കഹോൾ ഗ്രൂപ്പും ആൽഡിഹൈഡ് ഗ്രൂപ്പും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ അവരെ എന്താണ് ആൽക്കഹോളിന് ഹൈഡ്രോക്സി എന്നാണ് പറയുക. അതുകൊണ്ടാണ് എന്താണ് ഹൈഡ്രോക്സി നമ്മളെന്ത് പറയുന്ന പേര് പറയാനുള്ള കാരണം. അപ്പോൾ 1 2 3 4 5 ഹൈഡ്രോക്സി ഗ്രൂപ്പാണുള്ളത്, അതായത് OH ഗ്രൂപ്പാണുള്ളത്. ഒരു കീറ്റോ ഗ്രൂപ്പാണ് ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് മക്കളെ. അതാണ് ഹെക്സോസ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറാണ്, അതായത് ചെയിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. 6 കാർബണാറ്റാണ് ഉള്ളത്. അടുത്ത് നോക്കുക സൈക്ലിക് സ്ട്രക്ചറാണ്. അപ്പോൾ സൈക്ലിക് സ്ട്രക്ചറിൻ്റെ അനുസരിച്ച് അപ്പോൾ ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയത് കാരണം തന്നെ റൊട്ടേഷൻ പോസിബിൾ ആണല്ലോ. അപ്പോൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയിൽ ബീറ്റ ഗ്ലൂക്കോസ് ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്ന 2 കാറ്റഗറി ആയിട്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ ബീറ്റ ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത മക്കൾ നോക്കുക വെച്ചാൽ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യാം. അപ്പോൾ കണ്ടോ അതാണ് LR എന്ന് സൈഡിൽ വെച്ചത്. അപ്പോൾ ആദ്യത്തെ ലെഫ്റ്റിലാണ് OH, രണ്ടാമത്തെ റൈറ്റിലാണ്, പിന്നെ ലെഫ്റ്റിലാണ്, പിന്നെ റൈറ്റിലാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. LR എന്ന് പറയുന്നതാണ് ബീറ്റ ഡി ഗ്ലൂക്കോസിൻ്റെ OHൻ്റെ ഫംഗ്ഷൻ, OHൻ്റെ പൊസിഷൻസ്. ബാക്കിയുള്ളിടത്തൊക്കെ H ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ആ ഒന്നാമത്തെ കാർബൺ ആറ്റവും അതുപോലെ തന്നെ 4ാമത്തെ കാർബൺ ആറ്റവും കൂടിയിട്ട് എന്ത് ചെയ്യണം, 5ാമത്തെ കാർബൺ ആറ്റവും കൂടിയിട്ട് ഒരു ലിങ്ക് വരികയാണ്, ഓക്സിജനെ ഷെയർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതൊരു സൈക്ലിക് സ്ട്രക്ചറായിട്ട് വന്നത്. അതുപോലെ തന്നെ ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എങ്ങനെ തന്നെയാണ് RL/LR ആണ്. അതായത് റൈറ്റ് സൈഡിൽ 2 കാർബൺ ആറ്റത്തിൽ ഫസ്റ്റത്തെ 2 കാർബൺ ആറ്റത്തിൽ റൈറ്റ് സൈഡിലാണ് OH ഗ്രൂപ്പ്, പിന്നെ ലെഫ്റ്റ് പിന്നെ റൈറ്റ് എന്ന് പറയുന്നതാണ് OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ആ ഒരു എന്താണ് ഹിൻ്റൊന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് LR/LR ആണ് ബീറ്റ ഡി ഗ്ലൂക്കോസിൻ്റെ, RR/LR ആണ് ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ. അതൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ മക്കളെ നമ്മളപ്പോൾ അടുത്തത് സൈക്ലിക് സ്ട്രക്ചറിന് തന്നെ ഹാർവോത്ത് പ്രൊജക്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഹാർവോത്ത് പ്രൊജക്ഷൻ വെച്ച് ചെയ്യുമ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോ സിറനോസ് എന്നാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നോക്കുക, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ ഒരു പൊസിഷനിൽ 2 ഭാഗത്ത് മുകളിലേക്കും താഴേക്കുമാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരേണ്ടത്. അപ്പോൾ മുകളിലേക്ക് വരുന്നത് ലെഫ്റ്റും താഴേക്ക് വരുന്നത് റൈറ്റും ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത അറിയാം അല്ലേ, RL/LR ആയിരുന്നു. അതുപോലെ തന്നെ ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ LR/LR ആണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ അവിടെ നമ്മൾ ചെയിനായിട്ടും അതുപോലെ തന്നെ നമ്മൾ സൈക്ലിക് സ്ട്രക്ചറിൽ പഠിച്ച് അതേ പൊസിഷൻസിൽ തന്നെയാണ് OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻസ് വരിക. അപ്പോൾ മുകളിലേക്കുള്ള ഭാഗം എന്താണ് ലെഫ്റ്റും, താഴേക്കുള്ള ഇത് എന്താണ് റൈറ്റും ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ പൊസിഷൻ എഴുതാനും നമുക്ക് എന്തായിരിക്കും ഈസി ആയിരിക്കും, ഓർത്ത് വെക്കാനും സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ട്രിക്കാണ് മക്കളൊന്ന് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ മക്കളെ നേരത്തെ നമ്മൾ കണ്ട ആ 2 ചിത്രത്തിലും അവിടുത്തെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ഗ്രൂപ്പുകൾക്ക്, ആറ്റംസിന് അഥവാ ഗ്രൂപ്പുകൾക്ക് എന്താണ് അവർക്ക് മാത്രമാണ് ഒരു വ്യത്യാസം ഉള്ളത്. അവരുടെ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ആ ഒരു വ്യത്യാസത്തിനെ നമ്മൾ എന്താണ് അങ്ങനെ വ്യത്യാസം കാണിക്കുന്ന കോമ്പൗണ്ടുകളെ അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസം കാണിക്കുന്ന ഐസോമേഴ്സിനെ നമ്മൾ ആനോമേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ കണ്ടോ അവിടെ RR/LR ആയിരുന്നു, ഇവിടെ LR/LR ആണ്. അപ്പോൾ RL എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ, അതായത് ഒരാളുടെ റൈറ്റ് സൈഡിൽ കിടക്കുമ്പോൾ മറ്റൊരാളുടെ ലെഫ്റ്റ് സൈഡിലാണ് OH ഗ്രൂപ്പ് കിടക്കണതെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അവർ തമ്മിലുള്ളൂ. അങ്ങനെ ആ ഒരു വ്യത്യാസം മാത്രം കാണിക്കുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് ആനോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ആനോമേഴ്സിന് ഒരു എക്സാമ്പിളാണ്. എന്താണ്, ദീസ് ആർ ദ സ്റ്റീരിയോ ഐസോമറിക് റിംഗ് form of a sugar which different only in the relative arrangement of atoms or groups on the first carbon atom. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ. കേട്ടില്ലേ മക്കളെ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും എന്താണ്, ഒരു അനോമേഴ്സിന് എക്സാമ്പിളാണ് കേട്ടോ. മക്കളെ
അപ്പോൾ അടുത്തതാണ് മ്യൂട്ടാ റൊട്ടേഷൻ. അപ്പോൾ മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ വെച്ചാൽ സ്പോണ്ടേനിയസ് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാവുകയാണ് അവരുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷന് ഒരു സ്പോണ്ടേനിയസ് ചേഞ്ച് ഉണ്ടാവുകയാണ്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ആ അനോമേഴ്സ് തമ്മിലൊരു ഇൻ്റർ കൺവേർഷൻ ഉണ്ടാവും. ആ അനോമേഴ്സ് തമ്മിലുള്ള ഒരു ഇൻ്റർ കൺവേർഷൻ കാരണം കൊണ്ട് അവരെന്താ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ നടക്കുന്നു. ആ ഒരു ഒപ്റ്റിക്കൽ റൊട്ടേഷനാണ് നമ്മൾ മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയാം. അപ്പോൾ മ്യൂട്ടാ റൊട്ടേഷൻ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള കീറ്റോണോ അല്ലെങ്കിൽ ആൽഡിഹൈഡോ ഉണ്ടായിരിക്കണം. നമുക്കറിയാം അനോമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ആൽഫ ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസിൻ്റെ കയ്യിൽ എന്താ അനോമേഴ്സ് ഉണ്ട്. ഈ അനോമേഴ്സിന് ഒരു റൊട്ടേഷൻ ഉണ്ടാവണം, സ്പോണ്ടേനിയസ് റൊട്ടേഷൻ ഉണ്ടാവുകയാണ്. ആ ഒരു സ്പോണ്ടേനിയസ് റൊട്ടേഷനെയാണ് നമ്മളെന്ന് പറയുന്നത് മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് +1 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ റൊട്ടേഷൻ കാണിക്കാം. ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് +109.2 ഡിഗ്രി ആയിരിക്കും കാണിക്കാം. അപ്പോൾ ഈ ഇൻ്റർ കൺവേർഷൻ്റെ ഇക്വിലിബ്രിയത്തിലെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് 52.5 ഡിഗ്രി ആയിരിക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂട്ടാ റൊട്ടേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കോട്ടെ മക്കളെ. അടുത്ത് നമ്മൾ രണ്ടാമത്തെ മോണോസാക്രൈഡിനെ കുറിച്ച് പഠിക്കുകയാണ്. രണ്ടാമത്തെ മോണോസാക്രൈഡിൻ്റെ എക്സാമ്പിളാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഫ്രക്ടോസും ഗ്ലൂക്കോസും ഒരേ കെമിക്കൽ ഫോർമുലയാണ്, അത് മോളിക്കുലർ ഫോർമുലയാണ് ഉള്ളത്. പക്ഷേ ഫ്രക്ടോസിനൊരു ഡിഫറൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രക്ടോസ് കീറ്റോ ഹെക്സോസ് ആണ്. ഗ്ലൂക്കോസിൽ എന്തായിരുന്നു, ഹെക്സോ ആൾഡോസ് ആയിരുന്നു. അപ്പോൾ അവിടെ ആൾഡിഹൈഡാണ് ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്, ഫ്രക്ടോസിൽ കീറ്റോണാണ് ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സിലാണ് ഫ്രക്ടോസിന് കാണാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ഷുഗർ എന്നും കോമൺ ആയിട്ട് ഇവരെ പറയാറുണ്ട്. ഇനി ഗ്ലൂക്കോസിൽ നിന്ന് മാറി നിൽക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവരെ ലീവോ റൊട്ടേറ്ററി ആണ് കാണിക്കുക. അപ്പോൾ ലീവർ റൊട്ടേഷനാണ് കാണിക്കുക. കീറ്റോ ഹെക്സോസ് ആണ് അവർ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്രൂട്ട് ഷുഗേഴ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇവൻ്റെ സ്ട്രക്ചറും അവരുടെ പ്രിപ്പറേഷൻസൊക്കെ നോക്കാം. അപ്പോൾ മക്കളെ, മെയിനായിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻസുലിൻ നിന്നാണ് നമ്മൾ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. C6H10O5N എന്ന് പറയുന്നതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അവനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈഡ്രോളിസിസ് ചെയ്യാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ബേസിസിൽ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫ്രക്ടോസ് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഫ്രക്ടോസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രക്ടോസ് എന്ന് പറയുമ്പോൾ C6H10O5 ആയിട്ടുള്ള ഇൻസുലിൻ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. നോട്ട് ചെയ്തോളൂ മക്കളെ. അപ്പോൾ മക്കളെ നോക്കൂ, ഓപ്പൺ ചെയിൻ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. 6 കാർബൺ ഉണ്ട്. അതിൽ ഫസ്റ്റ് കാർബണിലും സിക്സ്ത് കാർബണിലും സെയിം പോലെ എന്താണ് CH2OH ഗ്രൂപ്പാണ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി എന്താണ്, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് കീറ്റോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്, സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് കീറ്റോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അതാണ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറാണ് മക്കളെ. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ മക്കളെ, സൈക്ലിക് സ്ട്രക്ചർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഫിഷർ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ ഫിഷർ പ്രൊജക്ഷനിൽ കണ്ടോ മക്കളെ, അപ്പോൾ ഫസ്റ്റത്തെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്, പിന്നെ രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിലാണ്, പിന്നെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ആ ഒരു പൊസിഷൻ വെച്ചിട്ട് നിങ്ങൾ ഹിന്ദി വെച്ചിട്ട് പഠിച്ചോളാം. അപ്പോൾ OH ഗ്രൂപ്പ് ആ ഒന്നാമത്തെ കാർബൺ ആറ്റം ബ്രാഞ്ചായിട്ട് പോയിട്ട് രണ്ടാമത്തെ കാർബൺ ആറ്റവും അതുപോലെ തന്നെ അഞ്ചാമത്തെ കാർബൺ ആറ്റം കൂടിയിട്ടാണ് ഓക്സിജനെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ അവർ സൈക്ലിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യിക്കുകയാണ്. അത് ആൽഫ D മൈനസ് ഫ്രക്ടോസും ബീറ്റ D മൈനസ് ഫ്രക്ടോസും ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ലീവോ റൊട്ടേറ്ററി ആയതുകൊണ്ടാണ് നമ്മൾ എന്താണ് മൈനസ് എന്നിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ കിട്ടിയില്ലേ. അടുത്തത് ഹാർവോത്ത് പ്രൊജക്ഷനാണ്. പറഞ്ഞോ, ഹാർവോത്ത് പ്രൊജക്ഷൻ കണ്ടില്ലേ, ഫസ്റ്റത്തെ OH ഗ്രൂപ്പ് കിടക്കുന്നത് റൈറ്റ് സൈഡിലാണ്, അത് ആൽഫ D ഫ്രക്ടോസിൻ്റെ. അപ്പോൾ അവൻ എവിടെയാണ്, താഴെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബീറ്റ D ഫ്രക്ടോസിൻ്റെ OH ഗ്രൂപ്പ് കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് കണ്ടോ. അപ്പോൾ അവന് മുകളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മുകളിലാണ് അവനെ
നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ആ CH2OH എന്ന് പറയുന്നത് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ പെൻറ്റൈൻ്റെ ഒരു സ്ട്രക്ചറാണ് വരച്ചിരിക്കുന്നത്. കാരണം എന്താ, അതിൽ ഒരു കാർബൺ ആറ്റം എന്ന് പറയുന്നത് ബ്രാഞ്ച് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പെൻറ്റോസ് ആണ് വരുന്നത് കേട്ടോ. ഹെക്സോസ് അല്ല, പെൻറ്റോസ് ആണ് വരുന്നത്. പെൻറ്റഗൺ സ്ട്രക്ചറിലാണ് വരുന്നത്. പക്ഷേ എന്തുണ്ട്, 6 കാർബൺ ആറ്റം ഉണ്ട്. പെൻറ്റഗണിൻ്റെ സ്ട്രക്ചറിലാണ് വരുന്നത്. പെൻറ്റഗൺ ആണ് ഷെയർ ചെയ്തിട്ട് എന്താണ് ഓക്സിജൻ ഷെയർ ചെയ്ത് വരുമ്പോൾ ഒരു പെൻറ്റഗൺ സ്ട്രക്ചറാണ് വരുന്നത്. കേട്ടില്ലേ മക്കളെ? അപ്പോൾ നോട്ട് ചെയ്തോളൂ, ഹാർട്ട്വർത്ത് പ്രൊജക്ഷനാണ് കേട്ടോ. ഇനി ഇവൻ്റെ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ കളർലെസ് ആണ്. മെൽറ്റിംഗ് പോയിൻറ്റ് 378-75 കെൽവിൻ ആണ് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ളതാണ്. വാട്ടറിൽ പെട്ടെന്ന് സോലുബിൾ ആവും. ഇനി ആൽക്കഹോളിൽ സ്പൈറിംഗ്ലി സോലുബിൾ ആണ്. പക്ഷേ ബെൻസീൻ ഈതർ പോലെയുള്ള ഓർഗാനിക് സബ്സ്റ്റൻസിൽ അവനെന്താണ് ഇൻസോലുബിൾ ആണ്. അപ്പോൾ ഓർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ബെൻസീൻ ഈതർ പോലെയുള്ളതിൽ ഫ്രക്ടോസ് ഇൻസോലുബിൾ ആണ്. പിന്നെ ഇതിന് സ്വീറ്റ് ടേസ്റ്റ് തന്നെയാണ് അല്ലേ, സ്വീറ്റ് ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിതിനെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഷുഗർ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഷോ എന്താണ്, മ്യൂട്ടാ റൊട്ടേഷൻ. ഇവർ മ്യൂട്ടാ റൊട്ടേഷൻ കാണിക്കാണ്, ഫ്രീ റൊട്ടേഷൻ കാണിക്കും അല്ലേ. എന്തുണ്ട്, കീറ്റോൺ ഉണ്ട്. അപ്പോൾ കീറ്റോണിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അത് ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അവൻ മ്യൂട്ടാ റൊട്ടേഷൻ കാണിക്കും. അപ്പോൾ ഇതാണ് ഇത്രയും പ്രോപ്പർട്ടീസാണ് ഫ്രക്ടോസിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. അടുത്ത മക്കളെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഓക്സിഡേഷൻ റിഡക്ഷനും ഒക്കെയാണ് തരിക. അപ്പോൾ ഓക്സിഡേഷൻ ബൈ HiO4 ആണെങ്കിൽ ഓക്സിഡേഷൻ ചേർത്ത് തരുമ്പോൾ തരുന്നത് ആൽഡിഹൈഡും കാർബോക്സിലിക് ആസിഡാണ്. അപ്പോൾ മെഥനോയിക് ആസിഡും മെഥനോളാണ് തരിക. ഓക്സിഡേഷൻ ഫ്രക്ടോസിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 4 മെഥനോയിക് ആസിഡും 2 മെഥനോളാണ് കിട്ടുക. ഇനി ഓക്സിഡേഷൻ ബൈ HNO3 ആയിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നടത്തണമെങ്കിൽ ഗ്ലൈസിഡിക് ആസിഡാണ് തരിക. എന്താണ്, ഗ്ലൈസിഡിക് ആസിഡ് ആൻഡ് ടാർട്ടാറിക് ആസിഡ്. ഗ്ലൈസിഡിക് ആസിഡും ടാർട്ടാറിക് ആസിഡാണ് കിട്ടുക. അപ്പോൾ ഓക്സിഡേഷൻ ഓഫ് എന്താണ് HiO3, ഓക്സിഡേഷൻ ബൈ HiO3 ആണെങ്കിൽ ഫോമിക് ആസിഡും അതുപോലെ തന്നെ നമുക്ക് ഫോർമാൽഡിഹൈഡും കിട്ടും. അതുപോലെ ഓക്സിഡേഷൻ ബൈ HNO3 ആണെങ്കിൽ ഗ്ലൈസിഡിക് ആസിഡും അതുപോലെ തന്നെ ടാർട്ടാറിക് ആസിഡായിരിക്കും പ്രൊഡക്റ്റായിട്ട് കിട്ടുക. അടുത്ത് നമുക്ക് റിഡക്ഷനെ നോക്കാം. റിഡക്ഷൻ എന്താ പറയണത് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രക്ടോസിനെ സോഡിയം ബോറോഹൈഡ്രൈഡ് വെച്ചിട്ട് റിഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ റിഡ്യൂസ് ചെയ്തിട്ട് ഡീസോർബിറ്റോളും മാനിറ്റോളും കിട്ടും. അപ്പോൾ സോർബിറ്റോളും മാനിറ്റോളും ആണ് 2 പ്രൊഡക്റ്റുകൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ റിഡക്ഷൻ വഴി നമുക്ക് സോർബിറ്റോൾ ആൻഡ് മാനിറ്റോൾ എന്ന് പറയുന്ന 2 പ്രൊഡക്റ്റ് കിട്ടും. നോട്ട് ചെയ്ത് വയ്ക്കും മക്കളെ. അപ്പോൾ എൻ്റെ മക്കളെ നമ്മൾ മോണോസാക്രൈഡുകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഫ്രക്ടോസും ഗ്ലൂക്കോസും തന്നെയാണ് പഠിക്കാനുള്ളത്. അടുത്തത് ഒലിഗോസാക്രൈഡ് ആണ്. ഈ ഒലിഗോസാക്രൈഡിനെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. C12H22O11 ആണ് അതിൻ്റെ കെമിക്കൽ ഫോമുല, അത് മോളിക്കുലർ ഫോമുല എന്ന് പറയുന്നത്. സാധാരണ പറയുകയാണെങ്കിൽ നമ്മൾ ടേബിൾ ഷുഗർ ഉണ്ട്, നമ്മളൊക്കെ ചായയിലൊക്കെ ഇടുന്ന ഉപയോഗിക്കുന്ന ഷുഗർ ഇല്ല, അതാണ് ഈ സൂക്രോസ് എന്ന് പറഞ്ഞ ആൾ. ടേബിൾ ഷുഗറാണ്. ഇവരെ നമ്മൾ ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നൊക്കെയാണ് ഇവരെ കിട്ടുന്നത്. ഇപ്പോൾ കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ കാൻ ഷുഗർ, അതുപോലെ ഷുഗർ ബീറ്റ്സിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സൂക്രോസിനെ കൊമേഴ്ഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് സൂക്രോസ് എന്ന് പറയുന്നത് C12H22O11 ആണ്. അപ്പോൾ സൂക്രോസിൻ്റെ സ്ട്രക്ചറാണ് മക്കളെ. ഈ സൂക്രോസിൻ്റെ സ്ട്രക്ചറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് കാർബണും C1 ഓഫ് ആൽഫ ഗ്ലൂക്കോസും അതുപോലെ C2 ഓഫ് ബീറ്റ ഫ്രക്ടോസും അവർ തമ്മിലാണ് ലിങ്കേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കാർബൺ ആറ്റം ആരുടെ, ആൽഫ ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് കാർബണും അതുപോലെ ബീറ്റ ഡി ഫ്രക്ടോസിൻ്റെ 2ാമത്തെ കാർബണും C2 ഓഫ് ദ ബീറ്റ ഫ്രക്ടോസിൻ്റെ 2ാമത്തെ കാർബണും തമ്മിലാണ് ഒരു ലിങ്കേജ് വന്നിരിക്കുന്നത്, ഒരു ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ 2 ഷുഗറുകൾ തമ്മിലുള്ള ആ ഒരു ലിങ്കേജ് ഉണ്ടല്ലോ, 2 ഷുഗർ തമ്മിൽ വരുന്ന ആ ഒരു ലിങ്കേജ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് പറയുന്നത്. എന്താ പറയുക, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. അപ്പോൾ ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് നമ്മളവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് ആര് തമ്മിലാണ് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കണം. ഇതാണ് സ്ട്രക്ചർ ഓഫ് എന്താണ് സൂക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ സൂക്രോസ് എന്ന് പറയുന്നത് കോമ്പോസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ മക്കളെ, അപ്പോൾ അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ കളർലെസ് ആണ്, ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളിഡാണ്, വാട്ടറിൽ സോലുബിൾ ആണ്. ഇനി ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, പക്ഷെ അവരെന്താണ്
മ്യൂട്ടാർ റൊട്ടേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് മ്യൂട്ടാർ റൊട്ടേഷൻ കാണിക്കാത്തതെന്ന് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? അവിടെ ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ ബോണ്ടായിട്ടിരിക്കണേ. അപ്പോൾ ആ ബോണ്ടഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല, ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് ടോളറൻസ് റിയേജൻറ്റ് ഓർ ഫെല്ലിങ്സ് സൊല്യൂഷൻ. അപ്പോൾ ഫ്രീ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ലാത്ത കാരണം തന്നെ അവിടെ എന്താണ് ടോളറൻസ് റിയേജൻറ്റോ അല്ലെങ്കിൽ ഫെല്ലിംഗ് സൊല്യൂഷനോ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് റെഡ്യൂസ് ചെയ്യില്ല. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ 8 മാസ് ഓഫ് കാർബൺ കിട്ടും. അപ്പോൾ നമുക്കറിയാം നമ്മൾ കുറച്ച് ഷുഗർ എടുത്തിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് കുറച്ച് എന്താണ് കത്തിച്ച് കുറച്ച് ഇങ്ങനെ കരിച്ചെടുത്ത കാർമലാവും. പിന്നെ അങ്ങനെ കരിച്ചെടുത്ത ഡാർക്ക് കരിയാണ് കിട്ടുക. കാർബണാണ്, പ്യുവർ കാർബണാണ് കിട്ടുക. കമ്പസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജനും വാട്ടറും ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടി ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് ആരുടെ സൂക്രോസിൻ്റെ പഠിക്കാനുള്ളത്. മക്കളെ, അപ്പോൾ അടുത്തതാണ് മാൾട്ടോസ്. അടുത്ത ഒലിഗോസാക്കറൈഡ്സിൽ വരുന്നതാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ മാൾട്ടോസ് 2C6H10O5 പ്ലസ് N ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുക. എൻസൈമിൻ്റെ പ്രസൻസ് ചെയ്ത് കഴിഞ്ഞാൽ C12H22O11 ആണ്. അപ്പോൾ മാൾട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കൂടുതലായിട്ടും ജെർമിനേറ്റിംഗ് സീഡ്സിലാണ് മാൾട്ടോസ് ധാരാളമായിട്ട് കാണാനായിട്ട് പറ്റുക. അതുപോലെ C12H22O11 നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാലും C6H22O6 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടും മാൾട്ടോസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ, കറക്റ്റ് പ്രിപ്പറേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ ജെർമിനേറ്റിംഗ് സീഡ്സിലാണ് മാൾട്ടോസ് ധാരാളമായിട്ട് ഉള്ളത്. അതുപോലെ അവരെ സ്ട്രക്ചർ പറയുകയാണെങ്കിലും സ്ട്രക്ചർ നോക്കുക. സ്ട്രക്ചറും പറയുകയാണെങ്കിലും എന്തുതന്നെയാണ് അവിടെ C1 C4 ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസിൻ്റെ C1ഉം മറ്റൊരു ഗ്ലൂക്കോസ് C4ഉം തമ്മിൽ എന്താണ് അവർ തമ്മിലാണ് അവിടെ എന്ത് നടക്കുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരുന്നത്. അപ്പോൾ C1 C4 ആണ് കേട്ടോ. C1 C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് ഇവിടെ കാണുന്നത്, മാൾട്ടോസിൽ കാണുന്നത്. അടുത്തത് മക്കളെ, മിൽക്കിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ബയോമോളിക്യൂളാണ് ലാക്ടോസ്. അപ്പോൾ ആ ലാക്ടോസിനെ മിൽക്ക് ഷുഗർ എന്ന് നമ്മൾ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ മിൽക്കിലാണ് കാണപ്പെടുക. അപ്പോൾ അത് മിൽക്ക് ഷുഗർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലാക്ടേസ് വെച്ചിട്ട് നമ്മൾ ലാക്ടേസ് ആണ് ചെയ്യുക. C12H22O11 ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസും ഗാലക്ടോസാക്കി മാറ്റാൻ പറ്റും. അവർ ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഗ്ലൂക്കോസും ഗാലക്ടോസാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നോക്കുക, അവിടുത്തെ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക മക്കളെ, അവരുടെ ലിങ്കേജ് നോക്കുക. അവിടെ എന്തില്ല ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ മ്യൂട്ടാർ റൊട്ടേഷൻ കാണിക്കില്ല. βD ഗ്ലാക്ടോസും അത് βD ഗ്ലൂക്കോസും കൂടി ചേർന്നിട്ടാണ് ആരുള്ളത് ലാക്ടോസ് ഉണ്ടാകുന്നത്. അടുത്തത് നമ്മൾ കാർബോഹൈഡ്രേറ്റിലെ അവസാന ക്ലാസിഫിക്കേഷനിലാണ് എത്തിയിരിക്കുന്നത്, പോളിസാക്കറൈഡ്സ് ആണ്. അപ്പോൾ പോളിസാക്കറൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള എക്സാമ്പിൾ സ്റ്റാർച്ച്, സെല്ലുലോസ് ഒക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർച്ചിനെ പരിചയപ്പെടാം. അപ്പോൾ സ്റ്റാർച്ചിന് നമ്മൾ മെയിനായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ധാരാളം എന്താണ് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാവണം. അപ്പോൾ ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ മോർ ദാൻ 10 കൂടുതലായിട്ട് എന്ത് തരാണ് 10 കൂടുതൽ മോണോമേഴ്സിന് തരികയാണെങ്കിൽ അവരാണ് നമ്മൾ പോളിസാക്കറൈഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഉള്ള 2 കമ്പോണൻറ്റ്, സ്റ്റാർച്ചിൻ്റെ 2 കമ്പോണൻറ്റ് എന്ന് പറയുന്നത് അമൈലോസും അമൈലോപെക്റ്റിനുമാണ്. അപ്പോൾ അമൈലോസും അമൈലോപെക്റ്റിനും കൂടി കമ്പോസ് ചെയ്തിട്ടാണ് സ്റ്റാർച്ച് ഉണ്ടായിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വേർഡുകളാണ്, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അപ്പോൾ അമൈലോസും അമൈലോപെക്റ്റിനും ആരുടെയാണ് സ്റ്റാർച്ചിൻ്റെ ഭാഗമാണ്. സ്റ്റാർച്ച് കമ്പോസ് ചെയ്തിരിക്കുന്നത് 2 കമ്പോണൻസ് ആണ്, അമൈലോസും അമൈലോപെക്റ്റിനും. അതിൽ അമൈലോസിൻ്റെ സ്ട്രക്ചറാണ് മക്കളെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമൈലോസിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആൽഫ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ട്, 2 ആൽഫ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് കാണിക്കുന്നത് കേട്ടോ അമൈലോസ്. അതുപോലെ തന്നെ അടുത്തൊരാളാണ് അമൈലോപെക്റ്റിൻ. ഇനി എന്താണ് ഇവർ 2 ആളെന്നുള്ളത് നമുക്ക് നോക്കാം മക്കളെ. അപ്പോൾ അമൈലോസും അമൈലോപെക്റ്റിനും സ്റ്റാർച്ചിൻ്റെ കമ്പോസ് ചെയ്തിരിക്കുന്ന 2 കമ്പോണൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മക്കളെ. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസ്
എന്താ ഹീൽഡ് ടുഗദർ. ആൽഫ ഡി ഗ്ലൂക്കോസുകളുടെ ഹീൽ ചെയ്ത് വെച്ചേക്കാണ് ഇതിലെ അമൈലോസിലെ ആൽഫ ഡി ഗ്ലൂക്കോസ് ലിങ്കേജ് ആണുള്ളത്. അത് എങ്ങനെയാണ് C1C4 ലിങ്കേജ് ആണ് കാണിക്കുന്നത്. ഒന്നാമത്തെ കാർബണും നാലാമത്തെ കാർബണും, രണ്ട് സൈഡിലും ഒന്നാമത്തെ കാർബണും നാലാമത്തെ കാർബണും തമ്മിലുള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് കാണുന്നത്. പക്ഷേ അമൈലോപെക്റ്റിനിൽ C1C4 ആൽഫ ഡി ഗ്ലൂക്കോ ലിങ്കേജും അതുപോലെ തന്നെ C1C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് വരിക. അപ്പോൾ C1C4ഉം C1C6 രണ്ട് ഡിഫറെൻ്റ് ആണ് കേട്ടോ മക്കളെ. ഒരെണ്ണം എന്താണ് അമൈലോസിൽ C1C4 ലിങ്കേജ് ആണ് വരിക. അമൈലോപെക്റ്റിനിൽ C1C4 ആൻഡ് C1C6 ആയിട്ടുള്ള എന്താണ് വരിക ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മെയിൻ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക മക്കളെ. അടുത്ത ഒരു പോളിസാക്കറൈഡ് ആണ് നമ്മുടെ സെല്ലുലോസ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലുലോസ് അറിയാം ലീനിയർ ആയിട്ടുള്ളൊരു പോളിമറാണ്. കാരണം നമുക്കറിയാം അല്ലേ, പ്ലാന്റ്സിൻ്റെ ഒക്കെ നാരുകളുണ്ടല്ലോ, പ്ലാന്റിൻ്റെ വുഡിൻ്റെ ഒക്കെ നാരുകൾ, അതാണ് സെല്ലുലോസ്. ഭയങ്കര സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ബയോമോളിക്യൂളാണ് സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ബീറ്റ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബീറ്റ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ്. ഇത് കണ്ടെയ്ൻ 1,4 ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. എന്താണ് 1,4 ബീറ്റ? അപ്പോൾ 1,4 ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെയാണ് ഇവരെ നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുക കേട്ടോ. എന്താണ് ഗ്ലൂക്കോസിൽ 1,4 ആണ്. 1,4 ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ലീനിയർ ആയിട്ടുള്ള ഒരു പോളിമറാണ് സെല്ലുലോസ്. അടുത്ത മക്കളെ എനിമൽ സ്റ്റാർച്ച്. നമ്മളൊരു എനിമൽ സ്റ്റാർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈക്കോജനാണ് അവസാനത്തെ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എനിമൽ സ്റ്റാർച്ചാണ് മക്കളെ. അപ്പോൾ കണ്ടൻസേഷൻ ഓഫ് പോളിമർ എന്താണ്, ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ കണ്ടൻസേഷൻ പോളിമർ ആണ് ആരെന്ന് പറയുന്നത്, ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈക്കോജൻ ഈസ് ദ കണ്ടൻസേഷൻ പോളിമർ ഓഫ് എന്താണ്, ആൽഫ ഡി ഗ്ലൂക്കോസ്. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ കണ്ടൻസേഷൻ പോളിമർ ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ ഞാൻ പഠിക്കാനുള്ളത്. അത്രയും പോയിന്റുകളാണ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എന്താണ് ആൽഫ ഡി ഗ്ലൂക്കോസിൻ്റെ എന്താണ് കണ്ടൻസേഷൻ പോളിമർ ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ബയോമോളിക്യൂളിന് എക്സാമ്പിൾ ആയിട്ടുള്ള അടുത്ത ബയോമോളിക്യൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പ്രോട്ടീൻസ്. അതായത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ബോഡി. നമ്മുടെ ബോഡി, അനിമൽ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആരാണ്, പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇവൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ്സ് ഉപയോഗിച്ചാണ്. എന്താണ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. അവർ ലിങ്ക് ചെയ്തിരിക്കുന്നത് പെപ്റ്റൈഡ് ലിങ്കേജ് വഴിയാണ്. പെപ്റ്റൈഡ് ലിങ്കേജിലൂടെയാണ് അവർ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ലിങ്ക്ഡ് ടുഗദർ ബൈ പെപ്റ്റൈഡ് ബോണ്ട് വെച്ചിട്ടാണ് അവർ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോട്ടീന് എന്താക്കി മാറ്റാണ്, പെപ്റ്റൈഡാക്കി മാറ്റാണ് ഹൈഡ്രോളിസിലൂടെ. അങ്ങനെ ഹൈഡ്രോളിസ് നടത്തി വീണ്ടും അമിനോ ആസിഡായിട്ട് മാറ്റും. അതായത് പ്രോട്ടീൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്, അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ നമുക്കതിനെ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ് എന്ന് പറയാൻ പറ്റും. എന്ന് പറയുമ്പോൾ മറ്റേ മക്കളെ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ് എന്നും പറയാനായിട്ട് പറ്റും. അപ്പോൾ 20 അമിനോ ആസിഡ്സ് ആണ് കോമൺലി നമ്മുടെ നേച്ചുറലി ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. 20 അമിനോ ആസിഡ്സ് ആണ്. അങ്ങനെ ആ നാച്ചുറലി ഉള്ള അമിനോ ആസിഡ്സ് നമ്മൾ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് എന്നാണ് പറയുക. അപ്പോൾ 20 അമിനോ ആസിഡ്സ് ആണ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആയിട്ട് ഉള്ളത്. അപ്പോൾ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ നോക്കിയാലോ, കണ്ടോ, ഈ കാണിച്ചിരിക്കുന്നതാണ് അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താ മക്കളെ, അമിനോ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമീൻ ഗ്രൂപ്പും കാർബണൈൽ ഗ്രൂപ്പും ഒരേ കോമ്പൗണ്ടിലുണ്ടാവും. അതേ സെയിം കോമ്പൗണ്ടിൽ തന്നെ അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ആസിഡ് ഗ്രൂപ്പും വരികയാണെങ്കിൽ, ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് പറയുക. അപ്പോൾ CHNH2COH അതാണ് നമ്മളൊരു ജനറൽ ഫോർമുല ഓഫ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പും അമിനോ ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട്, അമിനോ ഗ്രൂപ്പും ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരിക. അതായത് NH2 ഗ്രൂപ്പും COH ഗ്രൂപ്പും ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. മക്കളെ അടുത്ത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ് ആണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുകൾ, അതുപോലെ നമ്പർ ഓഫ് അമീൻ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പുകളും എത്ര നമ്പർ ഉണ്ട് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അവരുടെ നമ്പർ, ആ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ നമ്പറിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അസിഡിക് അമിനോ ആസിഡ് ആണ്. അപ്പോൾ അസിഡിക് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡ് എന്ന് പറഞ്ഞ വാല്യൂ തന്നെ വരുന്നുണ്ട്. കാർബോക്സിലിക് ആസിഡിൻ്റെ നമ്പർ, കാർബോക്സിലിക് ആസിഡ് COH ഫങ്ഷണൽ ഗ്രൂപ്പ് NH2 ഫങ്ഷണൽ ഗ്രൂപ്പിനേക്കാളും കൂടുതലായിട്ട് വരികയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് അസിഡിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ്
ആസിഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആസിഡ് ഗ്രൂപ്പ് കൂടുതലായിട്ട് വരിക അതിനേക്കാളും അമീനേക്കാളും. ഇനി അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയാണ് ബേസിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് അമിനോ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആസിഡിക് ഗ്രൂപ്പിനേക്കാളും കൂടുതലായിട്ട് വരിക അമിനോ ഗ്രൂപ്പ് ആസിഡിക് ഗ്രൂപ്പിനേക്കാൾ കൂടി വരുമ്പോൾ അത് ബേസിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡിക് അമിനോ ആസിഡിൻ്റെ എക്സാമ്പിളാണ് ASP, GLU എക്സെട്ര. ഇനി ബേസിക് അമിനോ ആസിഡ്സിൻ്റെ എക്സാമ്പിളാണ് LYS, ARG, ഹിസ് എക്സെട്ര. അങ്ങനെ അവർ ആ ഒരു എക്സാമ്പിൾസ് ഒന്ന് നോക്കുക. ഇനി ന്യൂട്രൽ അമിനോ ആസിഡ്സ് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ആസിഡിക്കും പഠിച്ചു, ബേസിക്കും പഠിച്ചു. ആസിഡിക് എന്ന് പറയുമ്പോൾ COH ഗ്രൂപ്പ് ഗ്രേറ്റർ ആണ്, ബേസിക് എന്ന് പറയുമ്പോൾ NH2 ഗ്രേറ്റർ ആണ്. ഇനി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡും ബേസും സെയിം ആയിരിക്കണം. അതായത് ആസിഡും ബേസും സെയിം ആണെന്ന് വെച്ചാൽ COH ഗ്രൂപ്പും സെയിം ആണ്, NH2 ഗ്രൂപ്പും സെയിം ആണ്. അപ്പോൾ രണ്ടാളുടെ നമ്പർ സെയിം ആവാണ്. ഈക്വൽ നമ്പർ ഓഫ് അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും വരികയാണെങ്കിൽ അതാണ് ന്യൂട്രൽ അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ. അപ്പോൾ എക്സാമ്പിൾസ് നോക്കിയൊക്കെ GLY, ALA, VAL എക്സെട്ര അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ജസ്റ്റ് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് നോക്കണം നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമുള്ളതിനനുസരിച്ച്, നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമാണോ, ഹ്യൂമൻ ബോഡിയിലേക്ക് ആവശ്യമുള്ളതാണോ, ഡയറ്റിലൂടെ ആവശ്യമുള്ളതാണോ എന്നതിൻ്റെ ബേസിസിലാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് റിക്വയർമെൻറ്റ് ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. അതായത് നോട്ട് സിന്തസൈസ്ഡ് ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ സിന്തസിസ് ചെയ്യാത്ത എന്താണ് അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്, പക്ഷേ അത് നമ്മുടെ ബോഡിയിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ എവിടെ നിന്ന് എടുക്കുന്നു? നമ്മുടെ ഡെയിലി ഡയറ്റിലൂടെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇനി നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? സിന്തസിസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കും, നമുക്കത് കഷ്ടപ്പെട്ട് കഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ളവരാണ് നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എസെൻഷ്യൽ അമിനോ അങ്ങോട്ട് തെറ്റിക്കരുത്. എസെൻഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതാണ്, എസെൻഷ്യലാണ്, പക്ഷെ നമ്മുടെ ബോഡിക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളത് ഭക്ഷണത്തിലൂടെ ഉൾക്കൊള്ളിക്കണം. ഇനി നോൺ എസെൻഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ബോഡി തന്നെ സിന്തസിസ് ചെയ്യുന്ന അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ അസിഡിക് അമിനോ ആസിഡ്, ബേസിക് അമിനോ ആസിഡ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഒരു അസിഡിറ്റി ബേസിറ്റി ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതുപോലെ തന്നെ ആ ഒരു pHൻ്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള പോയിന്റ് പഠിക്കണം. അതായത് അവിടെ വെച്ചിട്ട് എന്താണ്, അവിടെ വെച്ചിട്ട് ഈ അമിനോ ആസിഡ് ഉണ്ടല്ലോ, ഈ അമിനോ ആസിഡിന് എന്താണ് മൈഗ്രേഷൻ ഉണ്ടാവില്ല, ഇലക്ട്രോഡുകളിലേക്ക് ഒരു മൈഗ്രേഷൻ ഉണ്ടാവില്ല. അങ്ങനെ കാണിക്കുന്ന ആ ഒരു pH പോയിന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ദ pH അറ്റ് വിച്ച് ദ അമിനോ ആസിഡ് does not show migration to any of the electrode. ഏതൊരു ഇലക്ട്രോഡിലേക്കും എന്തുണ്ടാവാൻ മൈഗ്രേഷൻ കാണിക്കില്ല. ആ ഒരു pH പോയിന്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോലിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിൽ സോലിബിലിറ്റി എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അമിനോ ആസിഡിൻ്റെ സോലിബിലിറ്റി മിനിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ആയിട്ട് ലോ pH ആണെന്ന് നോക്കിയാൽ, ലോവർ ആയിട്ടുള്ള pHലാണെങ്കിൽ അമിനോ ആസിഡ് എന്തായിരിക്കും? കാറ്റയോൺ ആയിട്ടാണ് മേക്ക് ചെയ്യാം. ലോവർ pHലാണെങ്കിൽ അമിനോ ആസിഡ് കാറ്റയോൺ ആയിട്ടും, ഹയർ pHൽ എന്താണ് നമ്മുടെ അമിനോ ആസിഡ്സ് ആനയോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ അറ്റ് ലോവർ pHൽ അമിനോ ആസിഡ്സ് ബിക്കം ആസ് എ കാറ്റയോൺ ആൻഡ് ഹയർ pHൽ ഇറ്റ് ആക്ട് ആസ് ആൻ ആനയോൺ ആണ് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. pH വാല്യൂ വെച്ചിട്ടാണ് അവർ കാറ്റയോൺ ആവണോ ആനയോൺ ആവണോ ഏത് ഇലക്ട്രോഡിലേക്ക് പോകണം എന്നുള്ളതൊക്കെ കാണിക്കുക. അടുത്തത് മക്കളെ, അമിനോ ആസിഡിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പറയുകയാണ്. നമ്മൾ പറഞ്ഞു അമിനോ ആസിഡിൽ എന്തുണ്ട്? കാർബോക്സിലിക് ആസിഡും അമീൻ ഗ്രൂപ്പും ഉണ്ട് അല്ലേ. അപ്പോൾ അറ്റ് എ ടൈമിൽ സെയിം ഒരു അമിനോ ആസിഡിൽ തന്നെ കാർബോക്സിലിക് ഗ്രൂപ്പിലെ ഹൈഡ്രജനും അമീനിലെ ഹൈഡ്രജനും ഒരുമിച്ച് റിയാക്ട് ചെയ്യാം. അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്തിട്ട് ഒരു അയോൺ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. ZWZI ആണ് കേട്ടോ, സ്വിറ്റർ അയോൺ എന്നാണ് പറയാം. അപ്പോൾ സ്വിറ്റർ അയോൺ തിരില്ലോ ഇൻറ്റേർണൽ സാൾട്ട് ഫോം ചെയ്യുകയാണ് അവിടെ. എങ്ങനെ? ബൈ അമിനോ ആസിഡ്സിൽ എന്ത് ചെയ്യാണ്? ഇൻറ്ററാക്ഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ് വിത്ത് കാർബോക്സിലിക് ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദ സെയിം അമിനോ ആസിഡ്. സെയിം അമിനോ ആസിഡ്സിൽ തന്നെ അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും തമ്മിൽ എന്താണ്? ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഇൻറ്റേർണൽ സോൾട്ട് ഫോം ചെയ്യിക്കുക. ആ ഇൻറ്റേർണൽ സോൾട്ടിനാണ് നമ്മൾ സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. കണ്ടോ? RCHNH2COH എന്നുള്ളതിലത്തെ ആ COHലത്തെ H എവിടേക്ക് പോയി? അമിനോ ഗ്രൂപ്പിൻ്റെ അവിടേക്ക് പോയിട്ട് NH3 ആയിട്ട് വന്നു. അപ്പോൾ അതാണ് മക്കളെ സ്വിറ്റർ അയോൺ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്വിറ്റർ അയോൺ.
അടുത്താണ് മക്കളെ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഒരു 4 തരം സ്ട്രക്ചറാണ് കാണിക്കുക. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ക്വാട്ടേണറി സ്ട്രക്ചർ, പിന്നെ അതുപോലെ തന്നെ ടെറിഷ്യറി സ്ട്രക്ചർ. അങ്ങനെ 4 തരം സ്ട്രക്ചേഴ്സാണ് കാണിക്കുക. അതിൽ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് സീക്വൻസ് ആണ്. അതായത് ആസിഡ് യൂണിറ്റുകൾ ഇങ്ങനെ പ്രോട്ടീനിൽ ഇങ്ങനെ സീക്വൻസ് ആയിട്ട് കാണിക്കുക. അമിനോ ആസിഡ് ഇങ്ങനെ സീക്വൻസ് വരിയായിട്ട് സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 സ്ട്രക്ചറുകളാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറും. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, 2 ടൈപ്പ് സ്ട്രക്ചർ ഉണ്ട് മക്കളെ. ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറും. അപ്പോൾ ഇവരെങ്ങനെയാണ്, ദീസ് സ്ട്രക്ചേഴ്സ് ആർ സ്റ്റെബിലൈസ്ഡ് ബൈ ഹൈഡ്രജൻ ബോണ്ട്. ഇവർ രണ്ടാളും ഹൈഡ്രജൻ ബോണ്ടിലൂടെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അതിനെയാണ് നമ്മൾ കോമൺലി എന്തെന്ന് പറയുന്നത് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് ടെറിഷ്യറി സ്ട്രക്ചറാണ് മക്കളെ. ടെറിഷ്യറി സ്ട്രക്ചറാണ് അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മക്കളെ. അപ്പോൾ ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോമെട്രിക് പാറ്റേൺ ആണ്, ഒരു ജോമെട്രിക്കൽ പാറ്റേൺ ഉള്ള സ്ട്രക്ചറാണ്. അതായത് ഇപ്പോൾ ഈ പ്രോട്ടീനുകളുണ്ടല്ലോ, ഈ പ്രോട്ടീൻ മോളിക്യൂളൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫോം ചെയ്യാം. അതായത് ഒരു സ്പെസിഫിക് ഷേപ്പിലേക്കായിട്ട് കിട്ടുക, ഒരു സ്പെസിഫിക് ഷേപ്പ് കിട്ടുക, ഒരു ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ഷേപ്പായിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇവർ സൾഫൈഡ് ലിങ്കേജുകൾ വഴിയും അതുപോലെ ഹൈഡ്രജൻ ബോണ്ടും ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴിയൊക്കെയാണ് ഇവർ ലിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടുന്നത്. അങ്ങനെ ജോമെട്രിക്കൽ പാറ്റേൺ ഉള്ള ഒരു മോളിക്യൂളിൻ്റെ, പ്രോട്ടീൻ മോളിക്യൂളിൻ്റെ ഫോൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സൾഫൈഡ് ലിങ്കേജ് ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരിക്കും, അത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഓഫ് ഫോഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഇതെന്ന് പറയുന്നത് ടെറിഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. മക്കളെ, ധാരാളം പ്രോട്ടീനുകൾ കൂടി ചേർന്ന് നമ്മൾ പോളിപെപ്റ്റൈഡ് എന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മളെന്ന് പറയുന്നത് ക്വാട്ടേണറി സ്ട്രക്ചറായിട്ട് പറയുന്നത്. അങ്ങനെ ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിനുകൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, പ്രോട്ടീൻ്റെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വളരെ കുറേ പെപ്റ്റൈഡ് ചെയിൻ ഉണ്ടല്ലോ, ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ ഇങ്ങനെ ധാരാളം ഇങ്ങനെ കൊളൈഡ് ചെയ്ത് കിടക്കുക. അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറിനെയാണ് നമ്മളെന്ന് പറയുന്നത് ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് മക്കളെ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. എന്താണ് പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ. അപ്പോൾ നാച്ചുറേഷൻ വെച്ചാൽ ഉണ്ടാവുക, അപ്പോൾ ഡീനാച്ചുറേഷൻ വെച്ചാൽ നശിപ്പിക്കുക എന്നുള്ളത്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഫോമിൽ നിന്ന് മാറ്റുക. അപ്പോൾ പ്രോട്ടീൻസിന് നമ്മൾ ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായി ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുക, അങ്ങനെ ഒരു എക്സ്റ്റേണൽ ചേഞ്ച് മൂലം ആ പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചറിനെ മാറ്റുവരാം. ആ ഒരു കെമിക്കൽ റിയാജൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാജൻറ്റിൻ്റെ ഇൻഫ്ലുവൻസോ കാരണം കൊണ്ട് അവൻ്റെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് വരാം, സ്ട്രക്ചറിന് ചേഞ്ച് വരാം. അങ്ങനെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. ദ പ്രോട്ടീൻ അണ്ടർഗോസ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അണ്ടർ ദ ഇഫക്റ്റ് ഓഫ് ഹീറ്റ് ഓർ കെമിക്കൽ റിയാജൻ്റ് ഒക്കെ വരുമ്പോൾ. ഇനി നോക്കുക, മെയിൻലി അത് എഫക്റ്റ് ചെയ്യുന്നത് സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി സ്ട്രക്ചേഴ്സിനെയാണ്. അതായത് പ്രോട്ടീൻ്റെ ആ ഒരു പ്രൈമറി സ്ട്രക്ചറൊന്നും അവിടെ ഇല്ലാതെ ആവുന്നില്ല, പക്ഷെ ആ ഒരു സെക്കൻഡറി അതുപോലെ ടെറിഷ്യറി സ്ട്രക്ചേഴ്സിനെ അവിടെ എന്ത് ചെയ്യുന്നു, എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മക്കളെ, നമ്മുടെ ബോഡിയിലെ മെറ്റാബോളിസംസ് നടക്കാനും ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്, ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ വേണ്ടി ആവശ്യമായ കാറ്റലിസ്റ്റുകളെയാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുന്നത്. അതായത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. സ്പെസിഫിക് റിക്വയർസ് ഒപ്റ്റിമം കണ്ടീഷനിലാണ് നമുക്ക് റിക്വയർ ചെയ്തത് ഫോർ ദെയർ ആക്ഷൻ ആൻഡ് റിക്വയർഡ് ഓൺലി ഇൻ സ്മോൾ എമൗണ്ട്സ്. വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ളത്, നമ്മുടെ ബോഡിക്ക് വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ എൻസൈമും ഒരു പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു എൻസൈമും പ്രോട്ടീൻ ഉള്ള ഒരു ഭാഗം ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോട്ടീൻ അല്ലാത്തൊരു ഭാഗം ഉണ്ടാവും എൻസൈമിന്. അങ്ങനെ ആ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈമിനെയാണ് നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മളെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് നോൺ പ്രോട്ടീൻ പാർട്ട് അസോസിയേറ്റ് വിത്ത് ദ പ്രോട്ടീൻ പാർട്ട് ഇൻ എൻ എൻസൈമിൻ്റെ പ്രോട്ടീൻ്റെ പാർട്ടിൻ്റെ ഒപ്പം തന്നെ വരുന്ന നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ പ്രോസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മക്കളെ പ്രോസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പ്രോസ്റ്റിക് ഗ്രൂപ്പ് എന്ന് നോട്ട് ചെയ്യാം.
അപ്പോൾ മക്കളെ നമ്മൾ എൻസൈമിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു വേർഡാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഇനോർഗാനിക് പാർട്ടാണ്. എൻസൈമിൻ്റെ ഒരു ഇനോർഗാനിക് പാർട്ടിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്നത്. ഇനോർഗാനിക് ആയിട്ടുള്ള ഒരു പാർട്ടിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ കോ എൻസൈമാണ്, അതായത് നോൺ പ്രോട്ടീൻ കമ്പോണൻറ്റ് അസോസിയേറ്റ് വിത്ത് ആൻ എൻസൈം. എൻസൈമിൻ്റെ കൂടെ നോൺ പ്രോട്ടീൻ ആയിട്ട് വരുന്ന ആ കമ്പോണൻറ്റിന് നമ്മൾ പറയുക കോ എൻസൈം എന്നാണ്. അപ്പോൾ ഈ കോ എൻസൈം എന്ന് പറഞ്ഞാൽ മെയിൻലി മെലാറ്റിൻ ആണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സിങ്ക്, മെഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, അയേൺ, മാംഗനീസ് എന്നൊക്കെ പറയുന്നില്ലേ, നമുക്ക് മെറ്റൽസ്, കുറേ മിനറൽസ് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ബോഡിയിലേക്ക്. ആ മിനറൽസൊക്കെ അതുപോലെ എന്താണ് നമ്മൾ കോ എൻസൈമിനാണ്, കോ എൻസൈം എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ് വരിക. അതായത് നോൺ പ്രോട്ടീൻ കമ്പോണൻറ്റ് അസോസിയേറ്റഡ് വിത്ത് എൻസൈം. എൻസൈമിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള കോമ്പോണൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് കോ എൻസൈം എന്ന് പറയുക. അപ്പോൾ പ്രോട്ടീൻ്റെ എൻസൈമിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അവരെന്ത് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും. മക്കളെ അടുത്തതായി പഠിക്കുന്ന ഒരു കാറ്റഗറിയാണ് ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് 2 കാറ്റഗറിയാണുള്ളത്, റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതായത് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ RNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് വെച്ചാൽ ആരാണ്, നമ്മുടെ DNA. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറിയാണുള്ളത്, RNA ആൻഡ് DNA. RNA എന്ന് വെച്ചാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്, DNA എന്ന് പറയുന്നത് ഡിയോക്സി ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്ക് കെമിസ്ട്രിയിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാനില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഇത് ബയോളജിയിൽ നല്ല ഭംഗിയായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ കെമിസ്ട്രിയിൽ പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ എന്താ ഓൾറെഡി ബയോളജിയിൽ പഠിച്ചു വരുന്നതാണ് കേട്ടോ. അടുത്ത മക്കളെ ഇവരുടെ മെയിൻ 2 കമ്പോണൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ന്യൂക്ലിയോസൈഡ്സ് ആണ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസും ഷുഗറും ഫോസ്ഫേറ്റും അടങ്ങിയിട്ടുള്ള അവരെയാണ് നമ്മളെന്ന് പറയുക ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയാം. ഇനി ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസും ഷുഗറും മാത്രം, ബേസും ഷുഗറും വരികയാണെങ്കിൽ, അപ്പോൾ ബേസും ഷുഗറും ഫോസ്ഫേറ്റും വരികയാണെങ്കിൽ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയും ലിങ്കേജ്. ഇനി ന്യൂക്ലിയോസൈഡ് എന്ന് വെച്ചാൽ ബേസും ഷുഗറും വരിക. അപ്പോൾ റൈബോസും ഡിയോക്സി റൈബോസും ഒക്കെ ഏതാണ്, ന്യൂക്ലിയോസൈഡ്സിലാണ് വരിക, ന്യൂക്ലിയോസൈഡ്സിലാണ് വരിക. ഇപ്പോൾ ന്യൂക്ലിക് ആസിഡിലെ ന്യൂക്ലിയോസൈഡ്സ് ആണ് നമ്മൾ പറയണ മക്കളെ. അതിൽ ഫസ്റ്റ് ആണ് DNA എന്ന് പറയുന്നത്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുള്ള നൈട്രജൻ ബേസ് ഉണ്ടല്ലോ, നൈട്രജൻ ബേസ് മെയിനായിട്ട് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന 4 നൈട്രജൻ ബേസ് ആണ് അവൻ്റെ ഉണ്ടാവുക. അതൊരു ഡിഫറൻസ് പറയണത് എന്താണ്, നൈട്രജൻ ഉണ്ടാവും. ആ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന 4 നൈട്രജൻ ബേസ് ആണ് ഉണ്ടാവുക. ഇനി RNA ആയിട്ട് അവൻ്റെ ഒരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ അവൻ മെയിനായിട്ട് പറയുമ്പോൾ നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ അഡിനീനും യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിനാണ്. അപ്പോൾ തൈമീന് പകരം ഇവിടെ യുറാസിൽ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസ് ആണ് RNAയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ അഡിനീനും യുറാസിലും ഗ്വാനിനും സൈറ്റോസിനും ആണ് ഇവിടെ വരുന്നത് RNAയിൽ കണ്ടുവരുന്ന നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. മക്കളെ അങ്ങനെ ആ ബേസിക് പാർട്ടുകളുണ്ടല്ലോ, DNAയുടെയും RNAയുടെയും ബേസിക് പാർട്ടുകളാണ് പരസ്പരം ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ലിങ്കേജ് ഉണ്ടാകുന്നത്. അങ്ങനെ തൈമീനും അഡ്നീനും ആണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക. സൈറ്റോസിനും ഗ്വാനിനും എന്ത് ചെയ്യാണ്, ഹൈഡ്രജൻ ബോണ്ട് ലിങ്കേജ് കാണിക്കും. ഇനി അഡ്നീനും അതുപോലെ യുറാസിലുമാണ് ഇവിടെ RNAയിൽ പറഞ്ഞല്ലേ, അഡ്നീനും യുറാസിലുമാണ് വരികയെന്ന്. അവരാണ് പരസ്പരം ഹൈഡ്രജൻ ബോണ്ട് ലിങ്കേജ് വരിക. അപ്പോൾ ആ ഹൈഡ്രജൻ ബോണ്ട് ലിങ്കേജ് എന്ത് ചെയ്യണം, നോർത്ത് വെക്കണം. അപ്പോൾ ഈ 2 തരം ലിങ്കേജ് കാണിക്കുള്ളൂ ആക്ച്വലി. അപ്പോൾ ആ 2 തരം ലിങ്കേജിൽ ഉണ്ടാവുള്ളൂ. ഈ AT എന്ന് പറഞ്ഞ ലിങ്കേജും CG എന്ന് പറഞ്ഞ ലിങ്കേജും എവിടെ കാണിക്കുക, നമ്മുടെ DNA-യിലാണ് കാണിക്കുക. ഇനി ആ CG എന്ന ലിങ്കേജും AU എന്ന് പറഞ്ഞ ലിങ്കേജും എവിടെയാണ് കാണിക്കുക, RNA-യിലാണ് കാണിക്കുക. അപ്പോൾ അതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത് നമ്മൾ പറയണത് എന്ന് വെച്ചാൽ RNAയുടെയും DNAയുടെയും സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ RNAയുടെയും DNAയുടെയും സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് വെച്ചാൽ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് കാണിക്കുക. അപ്പോൾ കോയിലിംഗ് പോളിന്യൂക്ലിയോസൈഡ്സ് ചെയിൻ ആണുള്ളത്. പ്രൊപ്പോസ്ഡ് ബൈ എന്താണ്, വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകളാണ് അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ DNAയുടെ സ്ട്രക്ചർ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. RNAയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിംഗിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്, സിംഗിൾ ഹെലിക്സ് ആണ്. സിംഗിൾ ട്രെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. DNA എന്ന് പറയുന്നത് അങ്ങനത്തെ സിംഗിൾ 2 ട്രെഡുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്തിട്ടാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറായിട്ട് മാറുന്നത്. ഓക്കെ,
മക്കളെ അടുത്തൊരു പ്രോസസ്സാണ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ DNA റെപ്ലിക്കേഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അൺകോയിൽ ചെയ്ത് കിടക്കുന്ന ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ DNA ഉണ്ടല്ലോ, ആ DNAയിൽ നിന്ന് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ഉണ്ടാക്കുക. അപ്പോൾ ഡബിൾ സ്ട്രാൻഡഡ് DNA സ്ട്രക്ചറിൽ നിന്ന് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മേക്ക് ചെയ്യുന്ന ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ DNA റെപ്ലിക്കേഷൻ മനസ്സിലായല്ലോ. അൺകോയിലിംഗ് ഓഫ് ഡബിൾ സ്ട്രാൻഡഡ് DNA ടു ഫോം സിംഗിൾ സ്ട്രാൻഡ്സ് ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് മക്കളെ ജീൻ എന്ന് പറയുന്നത്. ജീൻ നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് അല്ലേ. ജീനൊക്കെ നിങ്ങൾ ബയോളജി വളരെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കെമിക്കലി പറയുകയാണെങ്കിൽ ജീൻ എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെൻറ്റ് ഓഫ് DNA ആണ്. മോളിക്യൂൾ വിച്ച് ലോഡ് ഫോർ എ സ്പെസിഫിക് പോർഷനെ മാത്രം പറയുന്നതാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത് കേട്ടോ, DNAയുടെ. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മാനുവൽ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിന് വേണ്ടുന്ന ഒരു മാനുവലാണ് ആക്ച്വലി എന്ന് പറയുന്നത് ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീൻ എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മക്കളെ നമ്മുടെ ബോഡിയിൽ ധാരാളം ഹോർമോൺസ് ഉണ്ട് കേട്ടോ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ് എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നത്. പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് പറയും. കാരണം വെച്ചാൽ 51 അമിനോ ആസിഡ്സും അതുപോലെ തന്നെ 3 സൾഫർ ലിങ്കേജും ആണ് അവൻ്റെ ഉള്ളത്. ഇൻസുലിൻ എന്ന് പറയുമ്പോൾ 51 അമിനോ ആസിഡ്സ് ഉണ്ട് അവൻ്റെ കയ്യിൽ, അതുപോലെ 3 സൾഫർ ലിങ്കേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവന് നമ്മൾ പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് പറയുന്നത്. മക്കളെ പെപ്റ്റൈഡ് ഹോർമോൺ. അപ്പോൾ പെപ്റ്റൈഡ് ഹോർമോണിന് എക്സാമ്പിളാണ് ഇതെന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ ന്യൂക്ലിക് ആസിഡും ഹെറിഡിറ്റി ആണ് നമ്മൾ പറയുന്നത്, ഒരു പാരമ്പര്യം അല്ലേ. അപ്പോൾ അങ്ങനെ പറയാന്ന് വെച്ചാൽ DNA നിന്ന് അഥവാ നമ്മളൊരു പ്രോട്ടീൻ സിന്തസിസ് ആണ് പറയുന്നത്. ഈ പ്രോട്ടീൻ സിന്തസിസ് മെയിനായിട്ട് 3 മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിൽ വെച്ചാൽ ഒന്ന് റെപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ റെപ്ലിക്കേഷൻ വഴി DNA ഉണ്ടാകുന്നു, ഒരു സിംഗിൾ സ്ട്രാൻഡ് DNA ഉണ്ടാകുന്നു. അങ്ങനെ റെപ്ലിക്കേഷനിൽ നിന്ന് DNA പിന്നെ RNA ആക്കി മാറ്റുന്നു. അത് ട്രാൻസ്ക്രിപ്ഷനാണ്. മക്കളെ ട്രാൻസ്ക്രിപ്ഷനാണ്. DNA മാറ്റി അവിടെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തു. DNA RNA ആയിട്ട് മാറ്റി ട്രാൻസ്ക്രിപ്ഷൻ നടന്നു. അത് കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ലേഷൻ ചെയ്യണം. കിട്ടുക RNA പ്രോട്ടീൻ ആക്കിയിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യണം. അപ്പോൾ ഈ 3 പ്രോസസ്സാണ് നടക്കുന്നത്. ഫണ്ടമെൻ്റൽ പ്രോസസ് ടേക്ക് പ്ലേസ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. അപ്പോൾ ഈ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ഉണ്ടാവുന്നത് ഏതൊക്കെ വഴിയാണ്? റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ വഴിയാണ്. അതായത് DNA ടു RNA ആവുന്നു, RNA പ്രോട്ടീനായിട്ട് മാറുന്നു. അപ്പോൾ അത് സിമ്പിളായിട്ട് മനസ്സിലായല്ലോ മക്കളെ എന്താണ് കണ്ടീഷൻ എന്ന്. അങ്ങനെയാണ് ഹെറിഡിറ്റി ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. അത് ജനറ്റിക്കിൽ ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് നമ്മുടെ ഈ ജനറ്റിക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് മക്കളെ നമ്മുടെ ബോഡിയിൽ സിന്തസിസ് ചെയ്യാത്തതും എന്നാൽ നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരാളാണ് വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഇന്നത് കഴിക്കണം, വിറ്റാമിൻ എ കിട്ടണമെങ്കിൽ ഇലക്കറികൾ കഴിക്കണം, വിറ്റാമിൻ ഇല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പോകുമെന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വിറ്റാമിൻസ് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മളെ കൊണ്ട് വീട്ടുകാർ കഴിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കഴിക്കണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് ഒരിക്കലും ഒരു എനിമൽ ബോഡിയിൽ സിന്തസിസ് ചെയ്യാൻ സാധിക്കില്ല. പ്ലാന്റ്സിലാണ് അവർ മെയിനായിട്ട് സിന്തസിസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇലക്കറികൾ കഴിക്കേണ്ടി വരിക, അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ദേ ആർ റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് സെല്ല്, അതുപോലെ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, അങ്ങനെയുള്ള നമ്മുടെ ലൈഫ് പ്രോസസ്സുകൾക്കൊക്കെ വളരെ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വിറ്റാമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ അത് സിന്തസിസ് ചെയ്യാൻ പറ്റൂല. പ്ലാന്റ്സ് ആണ് സിന്തസിസ് ചെയ്യുക മെയിനായിട്ട് വിറ്റാമിൻസിനെ. അപ്പോൾ അത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ A, B, C, D, E എന്ന് പറയുന്ന അങ്ങനെ ധാരാളം വിറ്റാമിൻസ് ഉണ്ട്. ഇതിൽ വിറ്റാമിൻ B and C മാത്രമാണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള. വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും വാട്ടർ സോലുബിളാണ്. ഇനി ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ളത് വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ A, D, E and K. അപ്പോൾ A, D, E and K എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഫാറ്റ് സോലുബിൾ, വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻ B and C ആണ്. ബി കോംപ്ലക്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ്.
മക്കളെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബയോമോളിക്യൂൾസിൻ്റെ എന്ത് പറയുകയാണെങ്കിൽ ബയോമോളിക്യൂൾസിൻ്റെ തിയറി പാർട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ഭാഗങ്ങളാണ് വരുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ അറിയാം മക്കളെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. അല്ലാണ്ട് വളരെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഒരു 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള തന്നെ മക്കൾ വീട്ടിലിരുന്ന് ചെയ്ത് നോക്കുക, ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മക്കളെ, ബയോമോളിക്യൂൾസ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ 2019 വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2019 വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. The non-essential amino acids among the following is. തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ്. അപ്പൊ എന്താണ് മക്കളെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം അല്ലെ, നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസിസ് ചെയ്യുന്ന അമിനോ ആസിഡ് ആണ്. നമ്മുടെ ഡയറ്റില് ഡെയിലി ഡയറ്റില് നമുക്കത് ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയാം. അപ്പോ ലൈസിൻ, ലൂക്സിൻ, വാലിൻ ആൻഡ് അലാനിൻ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതില് നമ്മുടെ ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്ന നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്, അതായത് നമ്മുടെ ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഏതാണ്, അലാനിൻ ആണ്. നമ്മുടെ അലാനിൻ ആണ് നമ്മുടെ ബോഡിയില് സിന്തസിസ് ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സിലാണ് പെടുക. ഓക്കെ, കിട്ടിയില്ല മക്കളെ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി ആണ്. 2019 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഫ്രഷ് ആണ്. ഇനി 2019 വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ റിമൈൻസ് ഇൻടാക്ട് ഡ്യൂറിംഗ് ദ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോസസ്. ഡീനാച്ചുറേഷൻ പ്രോസസ്സിൽ ഇൻടാക്ട് ആയിരിക്കുന്ന സ്ട്രക്ചറുകൾ ഏതാണെന്നാണ്. സെക്കൻഡറി ആൻഡ് ടെറിഷറി, പ്രൈമറി, സെക്കൻഡറി ഓൺലി, ടെറിഷറി ഓൺലി എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കണം. അപ്പൊ എന്താണ് മക്കളെ ഡീനാച്ചുറേഷൻ? ഡീനാച്ചുറേഷൻ ഓഫ് എന്ന് വെച്ചാൽ എന്താ, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താ, പ്രോട്ടീനെ ഡീനാച്ചുറേറ്റ് ചെയ്യണം. അതായത് നമ്മൾ എഗ് ബോയിൽ ചെയ്യാന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആക്കി മാറ്റണം അതിന്റെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ വിച്ച് ഈസ് ദ ഇൻടാക്ട് സ്ട്രക്ചർ ഏതാണ് പ്രോട്ടീന്റെ ഡീനാച്ചുറേഷനിൽ? ഏതാണ്? ബോത്ത് സെക്കൻഡറി ആൻഡ് ടെറിഷറി ആണ്. ബോത്ത് സെക്കൻഡറി ആൻഡ് ടെറിഷറി സ്ട്രക്ചർ ആണ് ഇൻടാക്ട് ഡ്യൂറിംഗ് ഡീനാച്ചുറേഷൻ പ്രോസസ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയില്ല നമുക്ക്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ആണ് 2019 വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ മക്കളെ, അടുത്ത 2 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അമൈലോസും അമൈലോപെക്റ്റിനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നതൊക്കെ ലിങ്കേജ് ആണ്. 1,4 ലിങ്കേജ്, 1,6 ബീറ്റ ലിങ്കേജ്, ആൽഫ ലിങ്കേജ് എന്നൊക്കെ വെച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജിന്റെ ബേസിസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ അമൈലോസ് എന്ന് പറയുന്നത് 1,4 ആൽഫ ലിങ്കേജ് ആണ് തരുള്ളൂ. ഇനി അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നത് C1 C4 ഉള്ള C1 C4 എന്താണ് ആൽഫ ലിങ്കേജും, അതുപോലെ C1 C6 ആൽഫ ലിങ്കേജ് ആണ് തരുന്നത്. രണ്ടും എന്താ, C1 C4 ആൽഫ ലിങ്കേജും C1 C6 ബീറ്റ ലിങ്കേജ് ആൽഫ ലിങ്കേജ് ആണ് തരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്ഷൻ ഏതാണ് വരിക മക്കളെ? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, അമൈലോപെക്റ്റിൻ ഹാവ് 1 to 4 ആൽഫ ലിങ്കേജ് ആണ്. അതായത് C1 C4 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 to 4 ഒന്നാമത്തെ കാർബണും 4ാമത്തെ കാർബണും തമ്മിലൊരു ലിങ്കേജ് വരുന്നുണ്ട്. പിന്നെ 1 to 6 ആയിട്ടുള്ള ലിങ്കേജ് വരുന്നുണ്ട് അല്ലെ, ആൽഫ ലിങ്കേജ്. രണ്ടും ആൽഫ ലിങ്കേജ് ആണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ബാക്കിയുള്ളവരൊക്കെ നോക്കിയേ. അമൈലോപെക്റ്റിൻ ആൽഫ ലിങ്കേജും ബീറ്റ ലിങ്കേജും വരില്ല. അമൈലോപെക്റ്റിൻ 1,4 ആൽഫ ലിങ്കേജും 1,6 ബീറ്റ ലിങ്കേജും ആണ് വരില്ല. പിന്നെ അമൈലോസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്, ഒരിക്കലും അല്ല. അപ്പൊ എന്താണ്, ഇവനല്ല. ഓപ്ഷൻ എ ആണ് വരാ. ഓപ്ഷൻ എ 1 to 4 ആൽഫ ലിങ്കേജ് ആൻഡ് 1 to 6 ആൽഫ ലിങ്കേജ് ആണ് ഓപ്ഷൻ വരാ കേട്ടോ. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് പറയുന്നത്. ഓക്കെ, അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ക്യാൻ ഫോം എ സ്വിറ്റർ അയൺ?
സിറ്റുറൈൻ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിറ്റുറൈൻ ഫോം ചെയ്യാൻ നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു അമിനോ ആസിഡിന്റെ കോമ്പൗണ്ടിൽ തന്നെ എന്താണ്, അമിനോ ആസിഡിലത്തെ ആസിഡും ആസിഡ് ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡും അമിനോ ഗ്രൂപ്പും കൂടി തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഇന്റേണൽ സോൾട്ട് ഫോം ചെയ്യിക്കുക. അതിനാണ് നമ്മൾ സിറ്റുറൈൻ എന്ന് പറയാം. അപ്പൊ ഇത് അനിലിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അല്ല, അസിറ്റോനാലിൻ അനിലൈഡ് ഒരു ആളല്ല, ഒരു അതിൽ കാർബോക്സിലിക് ആസിഡും അത് ഇല്ല. ഇതിൽ രണ്ടിലും എന്താ അമീൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അവരിൽ ആരില്ല, കാർബോക്സിലിക് ഗ്രൂപ്പ് ഇല്ല. പിന്നെ ബെൻസോയിക് ആസിഡ് ആണ്, ബെൻസോയിക് ആസിഡിൽ അത് മാത്രമല്ല കാർബോക്സിലിക് ആസിഡ് മാത്രമുള്ള അമീൻ ഗ്രൂപ്പ് ഇല്ല. അപ്പൊ ഇനി ഗ്ലൈസിൻ ആണ്. ഗ്ലൈസിൻ നോക്കിയേ, ഗ്ലൈസിൻ എന്ന് പറഞ്ഞാല് CH2NH2COOH ആണ്. ഇവൻ എന്ത് സംഭവിക്കുകയാണ്, COO മൈനസ് CH2NH3 ആയിട്ട് മാറണം. ഇതാണ് അവിടെ ഫോം ചെയ്യുന്ന സിട്രൽ അയൺ എന്ന് പറയുന്നത്. അത് സോൾട്ട് ആണ് ഫോം ചെയ്യുന്നത്. കിട്ടിയ മക്കളെ? അപ്പൊ ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ക്യാൻ ഫോം എ സിട്രൽ അയൺ? ഏതാണ്? ഓപ്ഷൻ ഡി ഗ്ലൈസിൻ ആണ്. ഓപ്ഷൻ ഡി ഗ്ലൈസിൻ ആണ് മക്കളെ. അപ്പോ 3-4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നോട്ട് ചെയ്തെടുക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ മക്കളെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ദ സെൻട്രൽ ഡോഗ്മ ഓഫ് molecular genetic statement that the genetic information flows from. Option A, amino acid to protein to DNA, then DNA to carbohydrates to protein, then DNA to RNA and then to protein, then last one DNA to RNA to carbohydrate എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഈ ജനറ്റിക് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ 2 മെത്തേഡിലൂടെയാണ് പോകണത് അല്ലെ, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. അപ്പോ DNA-യും RNA-യിലേക്ക് എന്ത് ചെയ്യാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയാണ്. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. ദെൻ RNA എന്ത് ചെയ്യുന്നു, പ്രോട്ടീനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന എന്താണ് ട്രാൻസ്ലേഷൻ നടക്കുന്നു. അപ്പൊ എന്താണ് ഒരു ജനറ്റിക് ഇൻഫോർമേഷൻ ഡോഗ്മ എന്ന് പറയുന്നത്? എങ്ങനെയാണ്? DNA to RNA, RNA to പ്രോട്ടീൻ ആണ് മക്കളെ, RNA to പ്രോട്ടീൻ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ പ്രോട്ടീൻ മോളിക്യൂൾ വേരിയസ് അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ. സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് അല്ലെ. പ്രോട്ടീൻസിൽ എന്താണ് പെപ്റ്റൈഡ് ബോണ്ട് ആണ് വരിക. പ്രോട്ടീൻസിൽ പെപ്റ്റൈഡ് ബോണ്ട് ആണ് വരിക. ഓപ്ഷൻ എ ആണ്. ഇനി ഡയറ്റീവ് ബോണ്ട് വരില്ല. പിന്നെ ഗ്ലൈക്കോസിലിക് ബോണ്ട് എന്ന് പറയുന്നത് രണ്ട് ഷുഗറുകൾ തമ്മിൽ, ഷുഗർ കമ്പോണന്റുകൾ തമ്മിൽ നമ്മൾ എന്താണ് കാർബൺ ലിങ്കേജ് വരുമ്പോഴാണ് ഗ്ലൈക്കോസിലിക് ലിങ്കേജ് എന്ന് പറയുക. അപ്പൊ അവരും വരില്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം മക്കളെ. അടുത്ത 2 ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. 7th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ? ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? നോട്ട് എ ഫാറ്റ് സോളുബിൾ വിറ്റാമിൻ. നോട്ട് എ ഫാറ്റ് സോളുബിൾ വിറ്റാമിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വിറ്റാമിൻ ബി എന്ന് പറയുന്നത് വാട്ടർ സോളുബിൾ ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ്. ഇനി വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് വാട്ടർ സോളുബിൾ അല്ല, ഫാറ്റ് സോളുബിൾ ആണ്. വിറ്റാമിൻ ഇ ഫാറ്റ് സോളുബിൾ ആണ്. വിറ്റാമിൻ എ ഫാറ്റ് സോളുബിൾ ആണ്. അപ്പൊ ഏതാണ് മക്കളെ? വിറ്റാമിൻ ബി കോംപ്ലക്സ് മാത്രമാണ് എന്തുള്ളത് ഫാറ്റ് സോലുബിൾ അല്ലാത്ത ഒരു വിറ്റാമിൻ ഉള്ളത്. അതെന്താണ്? ഇവരെന്താണ് സോലുബിൾ ഇൻ വാട്ടർ ആണ്. അവൻ സോലുബിൾ ഇൻ വാട്ടർ ആണ്, വാട്ടറിൽ സോലുബിൾ ആണ്. കിട്ടിയില്ലേ മക്കളെ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എക്സിബിറ്റ് ദ ഫിനോമിനൻ ഓഫ് മ്യൂട്ടാ റൊട്ടേഷൻ? അപ്പൊ എന്താണ് മക്കളെ മ്യൂട്ടാ റൊട്ടേഷൻ? എന്താ മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് വെച്ചാല് മ്യൂട്ടാ റൊട്ടേഷനിൽ ഒപ്റ്റിക്കൽ റൊട്ടേഷനെ ചേഞ്ച് ഉണ്ടാക്കുക. അതിനാണ് നമ്മൾ മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയാം അല്ലെ. അപ്പൊ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ അങ്ങനെ ചേഞ്ച് വരണമെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണുള്ളത്, ഫ്രീ ആയിട്ടുള്ള ഒരു ആൽഡിഹൈഡോ കീറ്റോണോ ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഫ്രീ ആയിട്ടുള്ള ആൽഡിഹൈഡോ കീറ്റോണോ ഉണ്ടായിരിക്കണം. അങ്ങനെ ആൽഡിഹൈഡോ കീറ്റോണോ ഉള്ള ആൾക്കാർ മാത്രമാണ് മ്യൂട്ടാ റൊട്ടേഷൻ തരുള്ളൂ. അപ്പൊ ഗ്ലൂക്കോസ് പ്ലസ് സൂക്രോസ് ആണ്, പിന്നെ പ്ലസ് ലാക്ടോസ് പ്ലസ് മാൾട്ടോസ് മൈനസ് ഫ്രക്ടോസ്. അപ്പൊ ഇതിലൊക്കെ എന്തുണ്ട്? ആൽഡിഹൈഡും അതല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതില് സൂക്രോസിന് മാത്രമാണ് എന്തില്ലാത്തത്? സൂക്രോസിന് മാത്രമാണ് ഫ്രീ ആൽഡോസോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കീറ്റോണോ ഇല്ലാത്തത്. അപ്പൊ അവര് ഗ്ലൈക്കോസിലിക് ലിങ്കേജ് വഴി ഓക്സിജൻ എന്ത് ചെയ്താൽ ലിങ്ക് ചെയ്തേക്കാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഏതാണ് മ്യൂട്ടാ റൊട്ടേഷൻ കാണിക്കാത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത്?
പ്ലസ് സൂക്രോസ് ആണ്. പ്ലസ് സൂക്രോസ് ആണ് ന്യൂട്രൽ റൊട്ടേഷൻ കാണിക്കാത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത്. പ്ലസ് സൂക്രോസ് പ്ലസ് ലാക്ടോസ് പ്ലസ് മാൾട്ടോസ് മൈനസ് ഫ്രക്ടോസിൽ സൂക്രോസ് മാത്രമാണ് എന്ത് ചെയ്യാത്തത്, ഡു നോട്ട് എക്സിബിറ്റ് ന്യൂട്രൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ മക്കളെ? നോട്ട് ചെയ്തെടുത്തോളാം. നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് നിർത്താം. എന്റെ മക്കള് ഇനി ബാക്കിയുള്ള പ്രോബ്ലംസ് വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പൊ 2 പ്രോബ്ലം കൂടി ചെയ്യാം. നോട്ട് ചെയ്തെടുത്തോളാം. അപ്പൊ മക്കളെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് DNA, the segment of DNA which act as the instrumental manual of the synthesis of the protein. അപ്പൊ മക്കളെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ, ഈ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കും. അപ്പൊ നോക്കുക, ദ സെഗ്മെന്റ് ഓഫ് DNA which act as the instrumental manual of the synthesis of the proteins. പ്രോട്ടീൻ സിന്തസിസിന് വേണമെന്ന എന്താണ് ഇൻസ്ട്രുമെന്റൽ മാനുവൽ, അതായത് പ്രോട്ടീൻ സിന്തസിസ് എവിടെയൊക്കെ നമുക്ക് ചോദിക്കണം. The segment of DNA which act as the instrumental manual of the synthesis of the protein. അപ്പൊ എവിടെയാണ് മക്കളെ ഇൻസ്ട്രുമെന്റ്, ഏതാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന മാനുവൽ എന്ന് പറയുന്നത്? ഏതാണ് മക്കളെ? ജീനാണ്. ജീനിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇത് നോക്കുക, അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ദ ഹ്യൂമൻ ബോഡി ഡസ് നോട്ട് പ്രൊഡ്യൂസ്. ഹ്യൂമൻ ബോഡി ഡസ് നോട്ട് പ്രൊഡ്യൂസ്. അപ്പൊ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാത്ത ആളാണ് ചോദിച്ചിരിക്കുന്നത്. എൻസൈമില് നമ്മുടെ ബോഡി വളരെ ആവശ്യമായ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. നമ്മുടെ ബോഡിക്ക് വളരെ ആവശ്യമുള്ള ഒരാളാണ് എൻസൈം എന്ന് പറയുന്നത്. DNA വളരെ ആവശ്യമുള്ള ആളാണ്, നമ്മുടെ ബോഡിയിലുള്ളത് തന്നെയാണ്. വിറ്റാമിൻസ് ഇല്ലെങ്കിൽ നമ്മുടെ മെറ്റാബോളിസം മുഴുവൻ തകർന്നു പോകും. വിറ്റാമിൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതുപോലെ ഹോർമോൺസ് വേണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരാണുള്ളത്. പക്ഷെ ഇങ്ങനെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാര് നമ്മുടെ ബോഡിയിൽ സിന്തസിസ് ചെയ്യാത്തത്, എനിമൽസിൽ സിന്തസിസ് ചെയ്യാത്തത് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ലിവിങ് തിങ്സില്, നമ്മുടെ എലിമെന്റ്സില്, ലിവിങ് ഓർഗാനിസിൽ എലിമെന്റ്സിൽ സിന്തസിസ് ചെയ്യാത്ത കോമ്പൗണ്ട് അല്ലെങ്കിൽ ആളെന്ന് പറയുന്നത് ആരാണ്? വിറ്റാമിൻസ് ആണ്. വിറ്റാമിൻസ് ഒരിക്കലും നമ്മുടെ ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാണ്? നമ്മുടെ ഡെയിലി ഡയറ്റിലൂടെയാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ ഇലക്കറികളും പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് അതിന് ഡെയിലി ഡയറ്റിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുകയാണ് വിറ്റാമിൻസ് ചെയ്യുക. അതായത് നമ്മുടെ ബോഡിയിലെ വിറ്റാമിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താണ്? ഹ്യൂമൻ ബോഡി ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഏതാണ്? വിറ്റാമിൻസ് ആണ്. ഓപ്ഷൻ സി വിറ്റാമിൻസ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള മക്കളെ, ബാക്കി ക്വസ്റ്റ്യൻസ് മക്കള് വർക്ക്ഔട്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ തിയറി മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എനിക്കെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക, വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. ഓക്കെ, ബൈ.